സോ ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ പുതിയതായിട്ടുള്ള ഒരു വിഷയമാണ്. വിഷയത്തെക്കുറിച്ച് ഞാനും നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അതൊരു സസ്പെൻസ് ആയിട്ട് തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് കടന്നു വരാം. സോ ഇന്ന് സെഷൻ എടുക്കുന്നത് ടോമി സാറാണ്. ടോമി സാറ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഒത്തിരി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിലെല്ലാം സാർ വളരെ ക്രിയേറ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. സോവറിസം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഉപയോഗിച്ചുകൊണ്ട് സാർ എന്താണ് ഇന്നത്തെ അവയർനെസിന്റെ തലം പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടെ ടോമി സാറിനെയും. ടോമി സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ നമ്മള് എത്ര പേരുണ്ട്? ഏതാണ്ട് 10-15 പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ 11 പേരുണ്ട് സാർ. ഓക്കെ, നമുക്ക് തുടങ്ങി വെക്കാം അല്ലേ? തുടങ്ങിക്കോളൂ, വന്നോളൂ. ഓക്കെ സാർ, താങ്ക് യു. അപ്പം സാബു സാറ് എന്നെ വളരെ നല്ല രൂപത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സാബു സാറ് പറഞ്ഞു ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണെന്ന്. കഴിഞ്ഞ ദിവസവും എന്നെ ഒരാൾ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ ഇങ്ങനെ റിട്ടയർഡ് ആണ് എന്ന് പറഞ്ഞപ്പം ചോദിച്ചു, അയ്യോ റിട്ടയർ ചെയ്തോ? സത്യത്തിൽ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 5-8 വർഷം, എന്നാലും ഇപ്പോഴും അങ്ങനെ ചോദിക്കും. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിക്കും ഞാനിങ്ങനെ ഡൈ ഒക്കെ ചെയ്ത് കറപ്പിച്ച് ഒക്കെ അങ്ങനെ നടക്കുകയാണ് എന്ന്, അല്ലേ? പക്ഷെ സത്യത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയട്ടെ, ആത്മാർത്ഥമായിട്ട് പറയട്ടെ, സത്യസത്യമായി ഞാൻ പറയുന്നു, ഞാൻ ഡൈ ചെയ്യാം. പിന്നെ ഇതെങ്ങനെ എന്നുള്ളതായിരിക്കും, അതൊരു രഹസ്യമാണ്. അതൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയും, കേട്ടോ. ഞാന് എൻ്റെ സ്റ്റോറി, എൻ്റെ ഒരു കഥയിൽ നിന്ന് തന്നെ പറയാം. 1992-93 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞി അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം. അന്ന് വ്യാപകമായിട്ട് ഇങ്ങനെ ഫോണൊന്നുമില്ല, മൊബൈൽ ഫോൺ തീരെയില്ല. അതുപോലെ തന്നെ ലാൻഡ് ഫോണ് വളരെ അപൂർവമാണ്. എൻ്റെ വീട്ടിൽ അന്ന് ലാൻഡ് ഫോണുണ്ട്. നിയമസഭ നടക്കുന്ന സമയമാണ്. രാവിലെ എനിക്കൊരു ഫോൺ കോൾ തിരുവനന്തപുരത്ത് നിന്നാണ്, മിനിസ്റ്ററുടെ ഓഫീസ്, അഗ്രികൾച്ചർ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, എന്താ സംഭവം എന്ന് വിചാരിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു, കൂടരഞ്ഞിയിൽ ഭൂമി താഴുന്നു എന്നൊരു റിപ്പോർട്ട് ഇന്ന് നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് എങ്ങനെ എത്തിയെന്ന് എനിക്കറിയത്തില്ല, അത് നാഷണൽ ഇൻഫർമാറ്റീവ് സെന്ററിൽ നിന്ന് എന്തോ അയച്ചതായിരിക്കും, അതാണ് മിനിസ്റ്ററുടെ ഓഫീസ്. ഭൂമി താഴുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാമോ? എന്താണ് അതിന്റെ റിപ്പോർട്ട്? നിയമസഭ നടക്കുന്ന സമയമാണ്. മിനിസ്റ്ററോട് ആരെങ്കിലും അവിടുത്തെ MLA വല്ലതും ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം പറയണം. അതുകൊണ്ട് 10 മണിക്ക് മുമ്പായിട്ട് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം ജില്ലാ ഓഫീസിൽ വിളിച്ചിട്ടാണ് എൻ്റെ നമ്പർ സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ വേഗം എഴുന്നേറ്റ് ഒരുങ്ങാവുന്ന പോലെയൊക്കെ ഒരുങ്ങി വേഗം ബൈക്ക് എടുത്ത് ആ സ്ഥലത്തേക്ക് പോയി. പത്രം ഞാനും കണ്ടിട്ടില്ല. ഞാൻ വേഗം പിന്നെ അന്വേഷിച്ചു ഇത് എവിടെയാണ് സംഭവം. അപ്പം കൂടരഞ്ഞി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്ക്, സാർ അറിഞ്ഞില്ലേ, ഇവിടെ വലിയ വാർത്തയാണ്, അതിങ്ങനെ ഭൂമി താഴുന്നത്, ഇത് എവിടെയാണ്? കൂട്ടക്കരയാണെന്ന്. ശരി, ഞാൻ കൂട്ടക്കരയ്ക്ക് വിട്ടു. അവിടെ ചെന്നു ഈ കക്ഷിയെ കണ്ടു. അപ്പം അദ്ദേഹം ഒരു ചിരി. എനിക്കറിയാവുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചിരി. ഏതാണേലും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഞാൻ ഈ സൈറ്റിൽ പോയി. അവിടെ പോയി നോക്കി എന്താ സംഭവം എന്ന്. അപ്പോൾ ഒരു തോടിന്റെ കരയ്ക്ക് കമുകുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വെച്ചൊരു ഏരിയ ആണ്. അതിന്റെ ചോട്ടിലത്തെ മണ്ണ് വളരെ ലൂസാണ്. പക്ഷെ ഈ കമുക് നിൽക്കുന്ന സ്ഥലം അതിന്റെ വേര് പടലത്തിന്റെ ഇതിൽ ബോണ്ടിങ് ആയിട്ട് അത് ഇടിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ഈ മണ്ണ് അതിന്റെ ചോട്ടിൽ നിന്ന് എടുത്തു പോയിട്ട്, തോട് ഇങ്ങനെ കുത്തി ഒഴുകിയിട്ട് മണ്ണ് അതിന്റെ ചോട്ടിൽ നിന്ന് എടുത്തു പോയിട്ട് കുറെ ഭാഗം, ഒരു 1/2 സെന്റോളം വരുന്നൊരു ഭാഗം ഇടിഞ്ഞ് അങ്ങ് ഒരു 3-4 അടി ആഴത്തിലേക്ക് താന്നു നിൽക്കുകയാണ്. അതിന്റെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്ത് പോയതാണ് സംഭവം. പത്രക്കാർ അതിന്റെ അപ്പുറത്ത് പോയെന്ന് ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുത്ത് പത്രത്തിൽ വലിയ വാർത്തയായിട്ട് കൂടരഞ്ഞിയിൽ ഭൂമി താഴ്ന്നു. ഏതായാലും അത് വലിയ വാർത്തയായി പോയി. ഞാനിത് വേഗം തന്നെ ജില്ലാ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. മിനിസ്റ്റർ ഓഫീസിൽ എനിക്ക് അന്നേരം പെട്ടെന്ന് എനിക്ക് കോണ്ടാക്ട് ഇല്ല. ഏതാണേലും അവിടുത്തെ വിവരം അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ വിവരം അറിയിച്ചു. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അപ്പൊ നമുക്ക് ധാരാളം ബന്ധങ്ങളുള്ള ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അത് പറയുമ്പോൾ
പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതുമായിട്ട് പരമാവധി സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം എൻ്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ സാറ്? കാണാം സർ, കാണാം. ഓക്കെ ഓക്കെ. ഹൗ വെല്ലുബിൾ ആർ വി? നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യത്തിലും എത്രമാത്രം വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനും. ഇതാ DHMO എന്ന് പറയുന്ന ഒരു സാധനം, ഇതൊരു കെമിക്കലാണത്രേ. ഇത് ഭയങ്കര അപകടകരമായ ഒരു സാധനം. ഇത് ബാൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1997 അമേരിക്കയിലെ ഒരു സയൻസ് ഫെയറിൽ ഒരു പ്രസന്റേഷൻ ഉണ്ട്. ആ സയൻസ് ഫെയറിലെ പ്രസന്റേഷൻ ബാൻ DHMO എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതിന്റെ അപകടത്തെ സംബന്ധിച്ചൊക്കെ അത് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ഈസ് എ കളർലെസ് ഓർഡർലെസ് കെമിക്കൽ കോമ്പൗണ്ട്. അതാണ് സാധനം. DHMO ഈസ് മേജർ കമ്പോണന്റ് ഇൻ ആസിഡ് റെയിൻ. ആസിഡ് റെയിനിൽ വളരെ ഗുരുതരമായിട്ട് വളരെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. ഇറ്റ്സ് ഓൾസോ കൺട്രിബ്യൂട്ട് ടു സോയിൽ എറോഷൻ, കൊറോഷൻ ആൻഡ് റസ്റ്റിംഗ് ഓഫ് മെറ്റൽസ്. ധാരാളം മെറ്റൽസ് തുരുമ്പെടുക്കുന്നതിന്, ദ്രവിച്ചു പോകുന്നതിന് കാരണമാകുന്നു. ഷോർട്ട് സർക്യൂട്ടിംഗ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആൻഡ് ഡിക്രീസ്ഡ് എഫക്റ്റീവ്നെസ് ഓട്ടോമൊബൈൽ ബൈക്സ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് വളരെ അപകടകരമാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ DHMO എന്ന് പറയുന്ന സാധനം ലിബറേറ്റ്ലി സ്പ്രേഡ് ഓൺ ഓർഗാനിക് ക്രോപ്സ്. വളരെ അപകടകരമല്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു നമുക്ക്? ഇതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഡേഞ്ചർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇൻ ഗ്യാസസ് ഫോം ഇറ്റ് ക്യാൻ കോസ് സിവിയർ ബേൺസ്. ശരീരത്തിൽ ഇത് ബേൺസ് ഉണ്ടാക്കാൻ കാരണമാണ്. The chemical accelerates the corrosion and rusting of many metals. It causes death of thousands of Americans every year. DHMO. It is major component in acid rain. Has found in excess tumors of terminal cancer patients. Terminal cancer patients in the tumors ഇതിന്റെ സാന്നിധ്യം വളരെയധികം കണ്ടെത്തിയിട്ടുണ്ട്. Its consumption includes excessive sweating and urination. Those who have developed a dependency on this chemical, complete withdrawal means certain. ഇതൊക്കെ കേട്ടിട്ട് DHMO നിരോധിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നില്ലേ? ഉണ്ടോ? ഒന്ന് ഇന്ററാക്ട് ചെയ്യുമോ പ്ലീസ്? ഇപ്പൊ തന്നെ നിരോധിക്കണം. ഇപ്പൊ തന്നെ ഇത് ബാൻ ചെയ്യേണ്ടതാണ് ഇല്ലേ? അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു ഇത് നോക്കാം. A boy is presenting science fair project to ഇത് 1997 ഒരു സ്കൂളിലാണ്, ഈഗിൾ റൂക്ക് സ്കൂളില് ഇഡഹോ എന്ന് പറയുന്ന സ്ഥലത്ത് US ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഒരു കുട്ടിയുടെ പ്രസന്റേഷനാണ്. അതിനെ സംബന്ധിച്ചാണ്. his classmates seeking to ban a highly toxic chemical from its everyday use. Welcome to our new video. Today's video is based on a true story. It is very interesting and thoughtful. Let's dive into the video. The chemical we are going to discuss today is dihydrogen monoxide. Throughout his presentation, Zahner provided his audience scientifically correct evidence as to why this chemical should be banned. He explained that dihydrogen monoxide Causes severe burns while it's in gas form. Corrodes and rusts metal. Kills countless amounts of people annually. Is commonly found in tumors, acid rain, etc. Causes excessive urination and bloating if consumed. Zahner also noted that the chemical is able to kill you if you depend on it, and then experience an extended withdrawal. He then asked his classmates if they actually wanted to ban dihydrogen monoxide. 7. അതെ, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പ്രസന്റേഷൻ. 86% ആൾക്കാരും ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സാധനം DHMO എന്ന് പറയുന്ന കെമിക്കല് ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ ആൾക്കാർ നമ്മളിലൊരു വോട്ടെടുപ്പ് നടത്തിയാൽ ഇപ്പോൾ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രതികരണം? പ്ലീസ് വൺസ് മോർ.
പ്ലാൻ ചെയ്യണം സാറേ, തീർച്ചയായും. തീർച്ചയായിട്ടും ബാൻ ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ്. ഇവിടെയാണ് എൻ്റെ സബ്ജക്റ്റ് സോനറിസം എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് ഞാൻ എത്തുന്നു. വാട്ട് ഈസ് DHMO? ഇനി നമുക്ക് ഇത് ബാൻ ചെയ്യണമെന്ന് നിങ്ങൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടു. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് ആണ് DHMO. മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, ഡൈ അല്ലെങ്കിൽ ബൈ എന്ന് പറഞ്ഞാൽ 2, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ. അപ്പോൾ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ H2O, ദാറ്റ് ഈസ് പ്യൂർലി വാട്ടർ. ബാൻ ചെയ്യണോ? ഒരിക്കലും വേണ്ട. എവിടെയാണ് സോനറിസം ഈസ് ഓൾ അബൌട്ട് ട്വിസ്റ്റിംഗ് സിമ്പിൾ ഫാക്ട്സ് ടു കൺഫ്യൂസ് പീപ്പിൾ. ഇതാണ് അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഫാക്റ്റാണ്, പക്ഷേ അത് കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ ജനറൽ ആയിട്ടുണ്ട്. നാഥൻ സോനേഴ്സ് എക്സ്പെരിമെന്റ് വാസിന്റെ ലെജിറ്റിമേറ്റ് അറ്റംപ്റ്റ് ടു ബാൻ വാട്ടർ ബാൻ ചെയ്യണമെന്നുള്ള ആയിരുന്നില്ല, but to get representation how gullible people can really be. All of the points that he used to convey his points were 100% actually correct. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ട് he just suited all the information in his favor by omitting certain facts. അത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. ഞാൻ ഡൈ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇല്ലേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ അത് നിങ്ങളോട് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ ഉപയോഗിക്കുന്നത് ഹെന്നയാണ് അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളെ ഞാൻ കൺഫ്യൂഷനിലാക്കി ഇല്ലേ? സോനറിസം ഈസ് ടേം കോയിൻഡ് ബൈ ജേർണലിസ്റ്റ് ജെയിംസ് കെ ഗ്ലാസ്മാൻ എന്ന് പറയുന്ന ജെയിംസ് കെ ഗ്ലാസ്മാൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് ആണ് സോനറിസം എന്നുള്ള ഒരു പ്രയോഗം പിന്നീട് കൊണ്ടുവന്നത്. കാരണം നോർത്തേൺ സോനറാണ് ഈ ഒരു ഐഡിയ എങ്ങനെ ആൾക്കാരെ കൺഫ്യൂഷനിലാക്കാം, എങ്ങനെ ഗല്ലിബിൾ ആക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ സമൂഹത്തിലേക്ക് കൊടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിച്ച് തന്നെ ഈ ടേം സോനറിസം എന്നുള്ളൊരു ടേം ഉണ്ടായി. അപ്പൊ സോനറിസം എന്താണെന്നുള്ളത് സാബു സാർ എന്നോടൊന്ന് ചോദിച്ചിരുന്നു. സാറിന്റെ സംശയം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. The use of true facts to lead a scientifically and mathematically ignorant public to false conclusion. മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി പൂർണ്ണമായിട്ട് ഇഗ്നോറന്റ് ആയിക്കണമെന്നില്ല, അല്ലാത്ത ആൾക്കാരെയും കൺഫ്യൂഷനിലേക്ക് എത്തിക്കാൻ കുറെ ട്രൂ ഫാക്ട്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സമൂഹത്തിന് കഴിയും. സോനറിസം ഈസ് ഓൾ അബൌട്ട് ട്വിസ്റ്റിംഗ് സിമ്പിൾ ഫാക്ട്സ് ടു കൺഫ്യൂസ് പീപ്പിൾ. ദാറ്റ്സ് ഓൾ. അതാണ് സോനറിസം. അപ്പം എൻ്റെ ഉദ്ദേശം, ഈ പ്രസന്റേഷൻ ഉദ്ദേശം ഇതേ ഉള്ളൂ. ബൈ അറ്റൻഡിങ് ദിസ് സെഷൻ ഓൾ പാർട്ടിസിപ്പൻസ് വിൽ clearly understood how gullible are we in this modern world and say the 5 methods to deal with the Sonerism to have a peaceful, safe life. Beware of Sonerism. ഇതാ നമ്മൾ പത്രങ്ങളിൽ ഇങ്ങനെ ധാരാളം വാർത്തകൾ കാണും. കീടനാശിനി, മലയാളികളുടെ ഭക്ഷണ സർവത്ര വിഷമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? ഇതൊക്കെ ധാരാളം വാർത്തകൾ നമ്മുടെ പത്രങ്ങളിൽ വരാറുണ്ട്. ഞാൻ അഗ്രികൾച്ചറിന് പഠിക്കുമ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻഡോസൾഫാൻ ഏറ്റവും ഒരു സേഫസ്റ്റ് കെമിക്കലായിട്ടാണ്, എന്ന് പറഞ്ഞാൽ സസ്തന ജീവികളെ സംബന്ധിച്ചിടത്തോളം അപകടരഹിതമായ ഒരു കീടനാശിനി ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ എൻഡോസൾഫാനെ സംബന്ധിച്ച് എത്രയോ ഗുരുതരമായ വാർത്തകളാണ് കഴിഞ്ഞൊരു കാലഘട്ടങ്ങളിൽ വന്നത്. കാസർഗോഡ് ജില്ല മുഴുവൻ വ്യാപകമായിട്ട് നശിച്ചുപോയി എന്നുള്ളൊരു മട്ടിൽ. കാരണം ഇത് ഏരിയ സ്പ്രേയിങ് നടത്തുന്നുണ്ട്. ഹെലികോപ്റ്ററിൽ ആ പ്രദേശത്തൊക്കെ കശുമാവിൻ തോട്ടത്തിൽ സ്പ്രേ ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ രോഗബാധിതരാകുന്നു, അംഗഭംഗം വരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എനിക്കിത് മനസ്സിലായില്ല എന്താണ്. ഞാനത് ഡിപ്പാർട്ട്മെന്റിലെ സീനിയേഴ്സുമായിട്ടും യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളുമായിട്ടൊക്കെ സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞു കീപ് ക്വയറ്റ്, നമുക്കതേ ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ശാസ്ത്രജ്ഞരൊന്നും അതിൻ്റെ അടുത്തേക്ക് വന്നില്ല. ഞങ്ങളൊക്കെ സർവീസിൽ വന്നപ്പം ഞങ്ങളൊക്കെ ഇത് ലൂസാക്കി, പല കെമിക്കൽ ലൂസാക്കി കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇത് ലൂസാക്കി എടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇപ്പോഴും ധാരാളം വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇല്ലേ? ഡോണ്ട് ബി ഗള്ളിബിൾ ലൈക്ക് മിഹി എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണിത്. നഴ്സസ് ടു UK വിത്തൗട്ട് IELTS ആൻഡ് OET ഇതൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ ധാരാളം അഡ്വർടൈസ്മെന്റുകൾ വരുന്നുണ്ട്.
പത്രത്തിൽ വരുന്ന വാർത്തകളെ സംബന്ധിച്ച് പറയാനില്ല. പേപ്പർ കപ്പുകളും പ്ലേറ്റുകളും ഒക്കെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. ഇതൊന്നും വേണ്ട. ഇക്കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനിപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചിയില് ഞാൻ കോഴിക്കോട് താമസക്കാരനാണ്. എൻ്റെ സുഹൃത്തുക്കളും ആൾക്കാരും ബന്ധുജനങ്ങളും ഒക്കെ അധികവും കോഴിക്കോട് ഏരിയയിലാണ്. കൊച്ചിയിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കം, കൊച്ചി നഗരം മുഴുവൻ വെള്ളത്തിനടിയിലാണെന്നും പറഞ്ഞ് ആ ഭാഗത്തൊക്കെ ഭയങ്കരമായ പേപ്പർ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നു. എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും എല്ലാം വിളിച്ചിട്ട് എന്നെ രാവിലെ മുതൽ ഇങ്ങനെ ഫോൺ കോൾ വരികയാണ്. എന്താണ് അവിടുത്തെ സ്ഥിതി? നിങ്ങൾക്ക് വല്ലതും പ്രശ്നമുണ്ടോ? നിങ്ങൾ വെള്ളത്തിലാണോ? അവിടെ സാധനങ്ങളൊക്കെ കിട്ടുമോ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഇതൊക്കെ ചോദിച്ചു ഭയങ്കര ഇതാണ്. കാരണം അവിടെയൊക്കെ ആ രൂപത്തിലാണ് അത്ര വാർത്തകൾ വരുന്നത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചി നഗരത്തിൽ എവിടെ വെള്ളം കയറി? അപ്പൊ അന്വേഷിക്കുമ്പോഴാണ് നോക്കുന്നത് പലയിടത്തും മഴവെള്ളം ഒഴുകിപ്പോകാതെ കെട്ടി നിൽക്കുന്നതാണ്. അതല്ലാതെ കൊച്ചി നഗരത്തിൽ ഒരിടത്തും വെള്ളം പുഴയെന്നോ കടലിൽ നിന്നോ അല്ലെങ്കിൽ കായലിൽ നിന്നോ വെള്ളം പൊങ്ങി വരണം കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പം പെരിയാറിലെങ്ങാനും വെള്ളം പൊങ്ങിയാൽ ആ ഭാഗത്ത് ആലുവ ഭാഗത്തെങ്ങാനും കുറച്ച് വെള്ളം കയറുമായിരിക്കും. പക്ഷെ കൊച്ചി നഗരം മുഴുവനായി വെള്ളത്തിൽ കയറുമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എന്തായാലും മഴവെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ പല ഫോട്ടോ സഹിതമുള്ള വാർത്തകൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നിട്ട് TV-യിലൊക്കെ വന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ആകാംക്ഷയോടെ വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സാബു സാറിന്റെ ക്ലാസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു ഡോക്ടർ സനലിന്റെ ഒരു ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഹോർലിക്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഹോർലിക്സ് പിന്നെ ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊച്ചുകുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിലൊരു വാചകം എഴുതിയിട്ടുണ്ട് അത്രേ, കുട്ടികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ വളരെ ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്. നിയമപരമായിട്ട് അവരത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാരും കാണുന്നില്ല, വായിക്കുന്നു. വളരെ വ്യാപകമായിട്ട് ഹോർലിക്സ് വളരെ ആരോഗ്യദായകമാണെന്നുള്ള നിലയിൽ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലേ? ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇതേപോലെ തന്നെയല്ലേ നമ്മളുടെ കോംപ്ലാന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്, ഐ എം എ കോംപ്ലാൻ ബോയ്, ഐ എം എ കോംപ്ലാൻ ഗേൾ. കറക്റ്റ് മാഡം. അങ്ങനെയൊക്കെ എത്രയോ ഉണ്ട്. അതിന്റെയൊക്കെ എന്താണെന്നുള്ളത് ഈ ഡോക്ടർ സനല് പലപ്പോഴും അതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറയലുണ്ട്. പക്ഷെ ഇതൊന്നും അധികം ആൾക്കാരും പറയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത അഗ്രികൾച്ചർ സയൻസ് പഠിച്ച അതിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്കും പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം, ഡിപ്പാർട്ട്മെന്റിലെ ഹയർ ലെവൽ ഓഫീസേഴ്സിന് പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതേതാണേലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എതിർ വാർത്തകൾ, കോമ്പാക്റ്റിംഗ് വാർത്തകൾ അധികം വരാറില്ല. എന്തുകൊണ്ടോ അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറയുന്ന ഇനിയും തുടർന്ന് അങ്ങോട്ട് നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടുന്നതുകൊണ്ടായിരിക്കും. ഏതായാലും ഇത് ഒരു പുതിയൊരു സംഭവമൊന്നും അല്ല കേട്ടോ. സോനറിസം എന്ന് പറയുന്നത് വളരെ പുരാതന കാലം മുതലേ, മഹാഭാരത കാലഘട്ടം മുതലേ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിരുന്നത്രേ. നമുക്കൊന്ന്. This concept reminded me of a story from Mahabharata. After the exit of the mighty warrior Bhishma, Drona took over as the chief commander of the Kaurava forces. Drona was mighty and Arjuna and other warriors were not able to defeat him. At this juncture, Lord Krishna came up with a strategy, and the Pandavas acted according to this. First, Bhima went and killed an elephant called Ashwatthama. Then he moved to the center of the battlefield and announced that he had killed Ashwatthama. Then Yudhishthira loudly explained Ashwatthama Hata Kunjara so that Drona could hear it, which means Ashwatthama, the elephant, has been killed. Hata means killed and Kunjara means elephant. And when Yudhishthira uttered these words, a loud noise was made which drowned the last word Kunjara, which means elephant. Drona, who heard just Ashwatthama Hata, thought that his son Ashwatthama was killed in the battle. As known to everyone, Yudhishthira had never lied in his life. And Krishna used this to trick Drona and made him believe that Drona's son Ashwatthama was dead. Unable to bear this grief, Drona sat for meditation.
At this point, Dhristadyumna of the Pandava side immediately jumped up and used his sword to chop head off the Drona's body. Speaking in modern terms, Lord Krishna had used the concept of zonerism to put an end to Drona. Now the question is, this concept reminded me of a story from Mahabharata. അതെ, കേട്ടല്ലോ, ഇത് പുതിയൊരു സംഭവം ഒന്നുമല്ല. ശ്രീകൃഷ്ണൻ അന്നത്തെ കാലത്ത് ദ്രോണാചാര്യരെ കീഴ്പ്പെടുത്താൻ വേണ്ടി, കാരണം ഇവർക്ക് പഞ്ചപാണ്ഡവർക്ക് ദ്രോണാചാര്യരുടെ ആ പവറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അശ്വത്ഥാമ എന്ന് പറയുന്ന ഒരു ആനയെ ഭീമൻ കൊന്നതിന്റെ പേരിൽ അശ്വത്ഥാമ എന്ന ആന എന്നുള്ള വാക്ക് വിഴുങ്ങിയിട്ട് അശ്വത്ഥാമ ഡൈഡ് കിൽഡ് എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും സ്വന്തം മകൻ മരിച്ചുപോയി എന്നുള്ളൊരു ഇതില് ദ്രോണാചാര്യര് മെഡിറ്റേഷനിലേക്ക് പെട്ടെന്ന് പോയ സമയത്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങൾ വളരെ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പം മോർ ഓഫൺ ദാൻ യു തിങ്ക് വെൻ പൊളിറ്റീഷ്യൻസ്, കോൺസ്പിറസി തെറോറിസ്റ്റ്സ് എക്സെട്ര യൂസ് പ്രൂവൺ ഫാക്ട്സ് ടു പെർsuade പീപ്പിൾ ഇൻ ടു ബിലീവിങ് ഫാൾസ് ക്ലെയിംസ്, അവരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നു. The fact that people can be misled so easily. അതാണ് അതിന്റെ ഫാക്ട്. Here I am aiming to highlight the gullibility of people and the need for critical thinking. അത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ കോർ പ്രിൻസിപ്പിൾ ഒക്കെ എന്താണെന്ന് നോക്കാം. ഇതാ ഈ ഫോട്ടോയിൽ കാണാമല്ലോ അല്ലേ എല്ലാവർക്കും? കാണാം സർ, കാണാം. ഓക്കെ. ഈ ഫോട്ടോയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് സത്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ചിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. സാറ്ററിക്കൽ നേച്ചർ. ഇറ്റ് എംപ്ലോയ്സ് സാറ്റർ ടു പ്രൊവോക്ക് തോട്ട്സ് ആൻഡ് ഹൈലൈറ്റ് ദ അബ്സർഡിറ്റി ആൻഡ് ബ്ലൈൻഡ്ലി അക്സെപ്റ്റിംഗ് ഇൻഫർമേഷൻസ്. ഒരു സംഭവങ്ങളെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതൊരു അസംബന്ധമായിട്ടും പലപ്പോഴും ഉപയോഗിക്കാം. അതിനങ്ങനെ ഒരു ഇതുണ്ട്. സാബു സാറ് നല്ല ഉപകാരിയാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം, ഇല്ലേ? അത് നല്ല രൂപത്തിൽ പറഞ്ഞാൽ വളരെ നല്ലതാണ്. സാബു സാറ് നല്ല മനുഷ്യനാണ്, നല്ല ഉപകാരിയാണ് എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞ കാര്യം ഒന്നാണെങ്കിലും അത് ഒരു സറ്റർ നേച്ചറായിപ്പോയി, അല്ലേ? ഒരു ആക്ഷേപഹാസ്യമായിട്ട് അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും മാറിപ്പോയി. അപ്പൊ അങ്ങനെ ഇത് പലയിടത്തും ഉപയോഗിക്കുന്നത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഇൻ ക്വസ്റ്റനിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷൻ. ക്വസ്റ്റനിങ്ങിനും അനലൈസിങ്ങിനും ഉള്ള ഒരു ആളുടെ അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വ്യത്യാസമുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ കുട്ടികൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത്, ഇപ്പൊ ചെറുപ്പക്കാരുണ്ടാവുമായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയും, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് നല്ല കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരങ്ങളോട് ചോദ്യം ചോദിക്കാത്ത കുട്ടികളായിരുന്നു ക്ലാസ്സിലെ നല്ല കുട്ടികൾ. എന്തെങ്കിലും ടീച്ചേഴ്സ് പറയുന്നത് അതാണ് ശരി, അത് അതേപോലെ എഴുതിയാൽ അതിന് മാർക്കുണ്ട്, ഇല്ലേ മാർക്കില്ല. അപ്പോൾ എനിക്ക് ഒരു അബദ്ധം ഈ രൂപത്തിൽ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ നോർത്തേൺ സോണർ കാണിച്ച പോലെ ഒരു അബദ്ധം ഞാനും കാണിച്ചു. ക്ലാസ്സിൽ സമാജത്തിന്റെ മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു, ഞാനൊരു പ്രബന്ധം അവതരിപ്പിച്ചു. അന്ന് അറിയപ്പെടുന്ന ശാസ്ത്രം പലതും തെറ്റാണെന്ന് സ്ഥാപിക്കലായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിലെല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗം അതാണ്, 2 പാരലൽ രേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് മറ്റുള്ള പോയിന്റ്സ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ 2 പാരലൽ രേഖകൾ കൂട്ടിമുട്ടും എന്ന് ഞാൻ സ്ഥാപിച്ചു. അത് എല്ലാവർക്കും അത് അത്ഭുതമായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബോർഡിൽ 2 വര വരച്ചു. അത് തെക്ക് വടക്കായിട്ടാണ് വരച്ചത്. 2 വര പാരലായിട്ട് വരച്ചു. ഇതിങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ എന്താവും എന്ന് ചോദിച്ചു. താഴേക്ക് എക്സ്റ്റെൻഡ് പോവാ, അനിശ്ചിതമായിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് പോയാൽ എന്താവും? എന്താ സംഭവിക്കുക? പഴയ സ്ഥലത്ത് തന്നെ വരും.
പഴയ സ്ഥലത്ത് തന്നെ വരും. അതൊരു കാര്യം സാറേ. പക്ഷെ വേറൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കും. ഞാൻ ഒരു ഗ്ലോബ് എടുത്തു, മേശപ്പുറത്ത് നിന്ന് ഗ്ലോബ് എടുത്തു, 2 പാരൽ രേഖകൾ വരച്ചു, നേരെ ധ്രുവത്തിലേക്ക് അങ്ങ് എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ ഇത് കൂട്ടിമുട്ടിയോ? കൂട്ടിമുട്ടി. അപ്പൊ എൻ്റെ തിയറി അതിനകത്ത് ഇതായിരുന്നു, നേർരേഖ ഭൂമിയിൽ വരയ്ക്കാന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ വെള്ളം ലെവലായിട്ടാണ് കിടക്കും, അല്ലേ? പക്ഷെ കടലിൽ അകലെ നിന്ന് വരുന്ന കപ്പലിന്റെ കൊടിമരം മാത്രമേ നമ്മൾ ആദ്യം കാണൂ. എന്തുകൊണ്ടാണ്? അതും വളഞ്ഞാ നിൽക്കുന്നത്, അല്ലേ? ഭൂമിയിൽ നേർരേഖ എന്ന് പറയുന്ന ഒരു സംഭവമില്ല എന്നാണ് ഞാൻ അതിലൂടെ സ്ഥാപിച്ചത്. അത് സയന്റിഫിക്കലി കറക്റ്റ് ആയിരുന്നു. ഏതാണേലും അവിടുന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഞാൻ കൈയടിച്ച് വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിന്നും അതിനെക്കുറിച്ച് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്നും അത് കിട്ടിയിട്ടില്ല. തന്നെയുമല്ല, എൻ്റെ ക്ലാസ് ടീച്ചർ അഗസ്റ്റിൻ സാറാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുഖം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഇത് കൂട്ടേർപ്പാടുമായിട്ട് ക്ലാസ്സിലേക്ക് വന്നേക്കരുത്. ഇനി എന്തെങ്കിലും ഇങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിൽ എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അവതരിപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പാരലേഖകൾ തമ്മിൽ കൂട്ടിമുട്ടില്ല എന്ന് തന്നെ. അതെ. പക്ഷെ ഇതിങ്ങനെ ഒരു തിയറി, ഇങ്ങനെ 2-3 തിയറി ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഏതൊക്കെയാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഞാൻ അന്ന് ഇങ്ങനെ ചെറിയ പുസ്തകങ്ങൾ കാണിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്നുള്ള മനസ്സിലായല്ലോ. അപ്പൊ ഏതാണേലും എനിക്കന്നും ഇന്നും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഏതാണേലും ടീച്ചേഴ്സ് എനിക്കതൊന്ന് വിശദീകരിക്കാൻ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പിറ്റേ ദിവസം അത് വിശദീകരിക്കുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ പക്ഷെ ഇത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ഇത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സോഴ്സ് ഓഫ് വെരിഫിക്കേഷൻ. എന്ത് കിട്ടിയാലും പിന്നെ പെട്ടെന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നെ ഒരു സോഴ്സ് എന്താണെന്നുള്ളത് അന്വേഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ ആവശ്യമാണ്. കുറേ കാലം മുമ്പ് പിന്നെ ഒരു വളരെ വ്യാപകമായിട്ട് കണ്ട ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വളരെ വാട്സപ്പിൽ വന്നതാണ്. ഒരു അധികം കാലം ആയില്ല, 1-2 വർഷം മുമ്പ്. മലപ്പുറം കലക്ടർ ആയിട്ട് വന്ന ഒരു പെൺകുട്ടി, ഡെപ്യൂട്ടി കലക്ടർ ആയിരുന്നു എന്ന് തോന്നുന്നു. അവര് കലക്ടർ എന്തേ മേക്കപ്പ് ഇടാത്തത്, ഇതായിരുന്നു അതിന്റെ ഹെഡിങ്. നിങ്ങളിൽ പലരും അത് വായിച്ചുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? ആരുടെയെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? വെരി ഗുഡ്. അങ്ങനെ ഒരു ഇത് വന്നിരുന്നു. അപ്പോൾ അത് കലക്ടർ എന്തേ മേക്കപ്പ് ഇടാത്ത, അതിന്റെ പിന്നിൽ വന്നത് ഇതാണ്. കലക്ടറുടെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു. അവർക്ക് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അതിന്റെ ഒരു ഇത് പാലിച്ചുകൊണ്ട് അവർ മേക്കപ്പ് ഇടാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരെ പറ്റി വളരെ പൊക്കിയടിച്ച് ഒരു ഇത്. ഏതാണേലും ഇത് വളരെയധികം പ്രചാരം കിട്ടി, ഒത്തിരി ആൾക്കാർ വായിച്ചു. അതിനുശേഷമാണ് മലപ്പുറത്തുള്ള ആരോ പറഞ്ഞു, മലപ്പുറത്ത് ഇങ്ങനെ ഒരു കലക്ടർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് പിന്നെ ആരും ചർച്ച ഉണ്ടായില്ല. ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. പിന്നെ അതോടെ അതങ്ങ് തീർന്നു പോയി. അതങ്ങനെ അങ്ങ് പോയി. അപ്പം പിന്നീട് ആരോ, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്, ഇതേതോ വടക്കേ ഇന്ത്യയിലുള്ള ഏതോ ഒരു ഗ്രാമീണ പ്രദേശത്തെ ഒരു പെൺകുട്ടിയുടെ ഒരു കഥ, അതൊരു നോവലിൽ വന്നതോ അല്ലെങ്കിൽ യഥാർത്ഥ കഥയോ, ഏതോ ഒരു കുട്ടിയാണ്. അവരിങ്ങനെ വളരെ വലിയ തോതിൽ ഉയർന്നു വന്ന ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ഉയർന്നു വന്ന ഒരു കഥയുണ്ടത്രേ. ഏതാണെങ്കിലും അത് മലപ്പുറം കലക്ടറായിട്ട് ആരോപിച്ചുകൊണ്ട് അങ്ങനെ പിന്നെ വ്യാപിക്കപ്പെടുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള ഒന്നും സോഴ്സുകളോ യാഥാർത്ഥ്യങ്ങളോ നോക്കാതെയാണ് ഇത് വേഗം നമ്മളെല്ലാവരും പിന്നെ പ്രചരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചാണ് എൻ്റെ പോയിന്റ്. വൈ സോനറിസം വാട്സ്, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ട്രസ്റ്റ് ഇൻ അതോറിറ്റി. നമുക്ക് ഒരു പിന്നെ അത് തരുന്ന ഒരു അതോറിറ്റി, പ്രത്യേകിച്ചും പ്രിന്റഡ് മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിലൊക്കെ വരുന്നത് നമ്മൾ കാണുന്ന ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. പ്രത്യേകിച്ചും ഒരു വലിയ ഡോക്ടർ സംസാരിക്കുന്നത്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിലെ ഇന്ന ഡോക്ടറാണ്, അത് ഇന്നതിലെ സ്പെഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരിങ്ങനെ പറയുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അങ്ങ് വരും. അതിൻ്റെ യാഥാർത്ഥ്യമോ അയാൾ യഥാർത്ഥ ഡോക്ടറാണോ ഇതൊന്നും നമ്മളാരും അന്വേഷിക്കാറില്ല. ട്രസ്റ്റ് ഇൻ അതോറിറ്റി എന്ന് പറയുന്നതാണ്. ആ അതോറിറ്റിയിൽ നമുക്കൊരു ട്രസ്റ്റ് ഉള്ളപ്പോഴാണ് അങ്ങനെ വരുന്നത്. എൻ്റെ വേറെ അനുഭവം പറയട്ടെ. ഒരേ കാര്യം തന്നെ അതോറിറ്റിയുടെ ട്രസ്റ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് വായിക്കുമായിരുന്നു. പുല്ലുരാമ്പാറ നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ട് ഒക്കെ ഇരുന്ന സമയത്ത് ലൈബ്രറിയിലെ മുഴുവൻ, അന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ചാച്ചൻ ഞങ്ങളെ ലൈബ്രറിയിൽ പോകാൻ അനുവദിക്കുമായിരുന്നു. അങ്ങനെ ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു. അന്ന് ഞാൻ ആസിഡ് റെയിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഒരിക്കൽ ഞാൻ
പത്രങ്ങൾക്ക് ഒരു ആസിഡ് റെയിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി അയച്ചു. അത് എൻ്റെ ഇത് ഓർമ്മ കൗമുദിയിൽ, കേരള കൗമുദി പത്രത്തിലേക്കാണ് അയച്ചത്. അത് ഏതാണ്ട് ഒരു പേജ് വരുന്ന നല്ലൊരു റിപ്പോർട്ടായിരുന്നു. അത് ഒരു ആധികാരിക ലേഖനം. അത് അയച്ചു. അത് പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ പത്രത്തിൽ ഈ ആസിഡ് റെയിന് ഇന്ന കാരണങ്ങൾ കൊണ്ട് ആസിഡ് റെയിൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു സയന്റിസ്റ്റിന്റെ പേജിൽ വെച്ചിട്ട് ഒരു റിപ്പോർട്ട്. അപ്പൊ എനിക്ക് അത്ഭുതമായിപ്പോയി. എൻ്റെ റിപ്പോർട്ടിലെ അതേ കാര്യങ്ങൾ തന്നെ ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ വരും. ഏതായാലും അന്ന് ഞാൻ അടുത്ത ബസ് കയറി കോഴിക്കോട് കൗമുദി ഓഫീസിലെത്തി. ഞാൻ എഡിറ്ററെ കണ്ടു. ഇന്നൊരു സംഭവം ഉണ്ടല്ലോ, എങ്ങനെ വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നെ വേറെ ചില പത്രങ്ങൾ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ സയന്റിസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതല്ലേ ഞങ്ങൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ വാല്യൂ ഇല്ലാത്ത ആളാണ്. അപ്പൊ അതാണ് ഒരു അതോറിറ്റി അത് കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. അപ്പൊ അതിന് കൂടുതൽ വിശ്വാസ്യത കിട്ടും, അതിന് കൂടുതൽ പ്രചാരവും കിട്ടും. പിന്നെ സോനർസം വർക്ക് ചെയ്യുന്നത് ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ അഭാവം വരുമ്പോഴാണ് ഇത് നന്നായിട്ട് സ്പ്രെഡ് ആകുക. അതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ. മൂന്നാമത്തത് മീഡിയ ഇൻഫ്ലുവൻസ്. മീഡിയ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം എല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് മീഡിയയിലൂടെയുള്ള ഈ ഇൻഫ്ലുവൻസ്. ഏതെങ്കിലും ഒരു ഹെഡ്ലൈന് വളരെ ഇതായിട്ട് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിനെ സംബന്ധിച്ച് അതിന്റെ പുറകെ പോകും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ പത്രങ്ങളിൽ വരുന്ന ധാരാളം പരസ്യങ്ങൾ നമ്മൾ പലപ്പോഴും അതിനെ സംബന്ധിച്ച് വിശ്വസിക്കും. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഇവിടെ തന്നെ ആരോ പറയുകയുണ്ടായി, 5000 കോടിയിലധികം രൂപയുടെ ബിസിനസ് ഫെയർനെസ് സ്കീമിൽ ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്നുണ്ട്. ഇത് അധികവും അഡ്വർടൈസ്മെന്റ് മുഖാന്തരം മാത്രമാണ്. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റുകളിൽ അപ്പോൾ ഗൂഗിൾ ഡോക്ടറാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത്. പലരും അഡ്വർടൈസ്മെന്റ് കാണും, ഗൂഗിളിൽ നോക്കും, ഓ ശരി അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്, ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് വളരെ വ്യാപകമായിട്ട് മീഡിയയുടെ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല എന്ന്. പിന്നെ കൺഫർമേഷൻ ബയാസ്. കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10,000-കണക്കിന് ഇൻഫർമേഷൻസ് ഒരു ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, നമ്മുടെ മുമ്പിലേക്ക്. ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇത് സ്റ്റോർ ചെയ്യുന്നത് അത് നമ്മുടെ മുൻ എക്സ്പീരിയൻസുകളും അതുപോലെ മറ്റു പല അറിവുകളും എല്ലാം വെച്ചിട്ട് ഇതൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അതിനെ നമ്മളൊരു സെറ്റാക്കി അങ്ങനെ സ്റ്റോർ ചെയ്യുകയായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു കൺഫർമേഷൻ, നമ്മുടെ ഒരു പുതിയൊരു വാർത്ത കേൾക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു മുൻവിധി എന്ന് പറയാം, അങ്ങനെ ഉണ്ടാവും. ആ മുൻവിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പലതും ഇതാകുന്നത്. പലരും ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അയാള് ഒരു അഴിമതി നടത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചക്കര കൊടുത്ത് കൈയിട്ടാൽ ഒന്ന് നക്കാതിരിക്കും, ഒന്ന് കൈയിട്ട് വാരാതിരിക്കില്ല, അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് എന്നങ്ങ് പറയും. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ചില കൺഫർമേഷൻ ബയാസാണ്. അതുപോലെ നെഗറ്റീവ് പറയാനായിട്ട് നമുക്കൊരു താല്പര്യം, എന്തൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു കാര്യം. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ആൻഡ് സ്കെപ്റ്റിസം. നമ്മുടെ അറിവുകൾ സംബന്ധിച്ചുള്ള നമുക്കുള്ള അജ്ഞത, പലപ്പോഴും പല കാര്യത്തിലും നമുക്കുള്ള പോരായ്മകൾ, അതുപോലെ സംശയദൃഷ്ടിയുടെ കാര്യങ്ങളെ വീക്ഷിക്കുന്നതിനായിട്ടുള്ള ജനങ്ങളെ 3 പേരിൽ പോരാഴിക, ഇങ്ങനെയുള്ള പല കാര്യത്തിലും നമുക്കുള്ള കുറവുകളാണ് ഇതിന് പലപ്പോഴും കാരണമാകും. നമുക്കൊരു വീഡിയോയും കൂടെ കാണാം. ഇത് പ്രിൻസ് വില്യം എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന് 3ാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ 3 വിരൽ ഉയർത്തി കാണിച്ച് അദ്ദേഹം അതിൽ സന്തോഷം പങ്കിടുന്ന രംഗം. പക്ഷെ അത് ജനങ്ങളെ 3 വിരലുകൾ പൊക്കി കാണിക്കുന്ന ചിത്രമാണത്. എന്നാൽ അത് ചില മീഡിയാസിൽ വന്നപ്പം നടുവിരൽ നമസ്കാരമായി. അങ്ങനെ വന്നപ്പോഴാണ് ആ വാർത്ത സെൻസേഷണലായത് അഥവാ വൈറലായത്.
US പട്ടാളക്കാരൻ സത്യത്തിൽ ഇറാഖി പട്ടാളക്കാരന് വെള്ളം നൽകുകയാണ്. പക്ഷെ കനിവിന്റെ വാർത്തയേക്കാൾ ന്യൂസ് വാല്യൂ കൂടുന്നത് എപ്പോഴും അക്രമത്തിന്റെ വാർത്തയ്ക്കാണെന്നതുകൊണ്ട് ആ ചിത്രത്തിലെ ഒരു ഭാഗം മാത്രമേ ആദ്യം മീഡിയാസിൽ വന്നിരുന്നുള്ളൂ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് തന്നെ അടിക്കാൻ പോകുന്ന പട്ടാളക്കാരനെ കണ്ട് പേടിച്ചാരണ്ട് നിൽക്കുന്ന കുട്ടി. എന്നാൽ യഥാർത്ഥത്തിൽ അവരെല്ലാവരും ആസ്വദിച്ച് കളിയിൽ മുഴുകി ഇരിക്കുകയാണ്. ഇസ്രായേലി പട്ടാളക്കാരും പാലസ്തീനിയൻ യുവാക്കളുമായിട്ടുള്ള സംഘർഷമാണ് ചിത്രത്തിൽ. എന്നാൽ ഇതിൽ പലതും ന്യൂസ് കവറേജിന് വേണ്ടി ക്യാമറാമാൻമാരെ വെച്ച് ഷൂട്ട് ചെയ്യപ്പെടുന്നവയാണ്. അപ്പൊ എന്ത് തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ അടുത്ത് എത്താറുണ്ടോ? സെൻസേഷണൽ ആയിട്ട് എത്തും, സെൻസേഷണൽ ആയിട്ട് എത്തും. സെൻസേഷണൽ വാർത്തകൾക്കാണ് വാല്യൂ ഉള്ളു സാറേ, അതാണ് അല്ലേ? നമുക്ക് മുന്നോട്ട് പോകാമല്ലോ അല്ലേ? എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. എല്ലാവരും നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി ഷെയർ ചെയ്യാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും സജീവമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലാസ്റ്റില് പറയാം സാറ്. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പക്ഷേ വിട്ടുപോകേണ്ടതൊന്നും അപ്പോൾ അത് ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. റേസ് ഓഫ് മിസ്ഇൻഫർമേഷൻ. ഈ മിസ്ഇൻഫർമേഷൻ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്? സ്പ്രെഡ് ഓഫ് മിസ്ഇൻഫർമേഷൻ ഇൻ ഡിജിറ്റൽ ഏരിയാസ്. ഡിജിറ്റൽ ഏരിയാസിൽ പിന്നെ ഇത് എങ്ങനെയാണ്? ഞാൻ മുമ്പേ പറഞ്ഞ കലക്ടറുടെ കഥ തന്നെ ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ഇതിൻ്റെയും ഓരോ ഇൻഫർമേഷനും രചിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ പല രൂപത്തിലുള്ള, അതാ ഒരു നാണയം വെച്ചിട്ട് പിന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പല രൂപത്തിലും ഓരോ ഇൻഫർമേഷനെയും മിസ്ലീഡ് ചെയ്യാനായിട്ടുള്ള പല ഇതും ഉണ്ട്. അത് ഡിജിറ്റൽ ഏരിയയിലും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്, ഇമ്പാക്ട് ഓഫ് പബ്ലിക് പെർസെപ്ഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെ നമ്മുടെ മുൻവിധികൾ ഇങ്ങനെ പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് പലർക്കും ഇതൊക്കെ ഇന്ന പോലെയാണ് എന്നൊരു മുൻവിധികളുണ്ട്. ആ മുൻവിധികളെ സംബന്ധിച്ചുള്ള ഇത് ആണ് ഇതിൽ വ്യാപിക്കാനായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇപ്പൊ സാബു സാറ് പറഞ്ഞ പോലെ തന്നെ തെറ്റായ ഒരു കാര്യം, നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് വേഗം സ്പ്രെഡ് ആകും. നേരെ മറിച്ച് ഒരു നല്ല കാര്യം ഒരു അടുത്ത് നടന്നാൽ അതിന് വ്യാപിക്കാനായിട്ടുള്ള വളരെ താമസമുണ്ട്. അങ്ങനെ വ്യാപിക്കുകയല്ല. അത് രണ്ടാമതൊരാളോട് പറയാനും ആർക്കും താല്പര്യമില്ല. നേരെ മറിച്ച് അയലോക്കത്തെ വീട്ടിലെ ഒരു പെണ്ണിന്റെ ഒരു സ്വഭാവദോഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ അഴിമതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാലോ റോഡോ ഇടിഞ്ഞതിനെ കുറിച്ചോ ഒക്കെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വേഗം പെട്ടെന്ന് അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലേ ഇന്നൊരു സംഭവം ഇന്നടത്തോട്ട് എന്ന് പറഞ്ഞിട്ട് വ്യാപിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ കൂടെ. റോൾ ഓഫ് സോണറിസം ഇൻ കോമ്പാക്ടിങ് മിസ്ഇൻഫർമേഷൻ. നമ്മൾ ഈ മിസ്ഇൻഫർമേഷനെ കോമ്പാക്ട് ചെയ്യുന്നതിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പലരും ഇങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പെട്ടെന്ന് അതിനെ കോമ്പാക്ട് ചെയ്യുക, അതിനെ എതിർത്ത് സംസാരിക്കുക, അതിനെതിരെ എന്തെങ്കിലും ശബ്ദം ഉയർത്താൻ പൊതുവെ ആൾക്കാർക്ക് മടിയാണ്. ഇതൊന്നും ആവശ്യമില്ല, അതങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ, കാരണം നമ്മളെ സംബന്ധിച്ചത് ബാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യമാണ് അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം ഈ കോമ്പാക്റ്റിംഗ് പവർ കൂടിയാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അതൊരു ശീലമായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മിസ്ഇൻഫർമേഷൻ ചിലപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരിക്കും. ഇത് ഏതെല്ലാം ഏരിയയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. എൻവയോൺമെന്റൽ ആയിട്ടുണ്ട്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ രംഗത്തുണ്ട്, എഡ്യൂക്കേഷണൽ രംഗത്തുണ്ട്, എത്തിക്കൽ രംഗത്തുണ്ട്. ഈ ഫോട്ടോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതാണ്. വി വാണ്ട് പീസ് ഇൻ കാശ്മീർ. കാശ്മീരിൽ സമാധാനം വേണമെന്ന് ലോക നേതാക്കൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുക. ആ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് പിന്നെ സമാധാനം വേണമെന്ന്. പക്ഷെ ഒരാൾ കയ്യിൽ കോടാലി പിടിച്ചിരിക്കുന്നു, അടുത്തയാൾ തോക്ക് പിടിച്ചിരിക്കുന്നു, അടുത്തയാൾ ബോംബ് പിടിച്ചിരിക്കുന്നു. ഇത് എപ്പോൾ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് അവരുടെ കാശ്മീരി യൂത്ത്. ഇതാണ് അവരുടെ പിന്നെ അവരെ സംബന്ധിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ഇത് വന്നതാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഓരോന്നും നമുക്ക് നോക്കാം. എൻവയോൺമെന്റൽ അവയർനെസ്, ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ വളരെ കാര്യപ്പെട്ട ഒരു കാര്യമാണ്. എക്സാമ്പിൾസ് ഓഫ് എൻവയോൺമെന്റൽ മിസ്ഇൻഫർമേഷൻ ആൻഡ് ദ സോണറിസ്റ്റ് റെസ്പോൺസ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻവയോൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒത്തിരി പരിസ്ഥിതി സ്നേഹികൾ, പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ഈ ഇതിനകത്തൊക്കെ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സ്നേഹികളെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് നല്ലതായിട്ട് തരുന്നുണ്ട്, ഒത്തിരി ബോധവൽക്കരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ
അതിൻ്റെ ഇടയിൽ ഒത്തിരി മിസ്ഇൻഫർമേഷൻ കയറിക്കൂടുന്നുണ്ട്. അവിടെയാണ് ഈ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഞാൻ സർവീസിൽ വന്ന കാലത്ത് എനിക്ക് അന്നത്തെ സർവീസിലെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട്. കാരണം അന്ന് എന്നെ ആദ്യം പഠിപ്പിച്ചത് പേപ്പർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ മരങ്ങൾ അരച്ചിട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് പേപ്പർ യൂസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഓഫീസേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സ് പേപ്പർ യൂസ് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒരു പേപ്പർ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളത് ആയിരുന്നു എനിക്കുള്ള ആദ്യത്തെ പാഠം. അതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റായ ഒരു പേപ്പർ ഞങ്ങൾ കളയലില്ല. അത് വീണ്ടും അതിൻ്റെ ഒരു സൈഡ് എഴുതി കഴിഞ്ഞാൽ ഒരു സൈഡ് പ്രിന്റ് ചെയ്ത് വന്ന പേപ്പറാണെങ്കിൽ അത് കളയേണ്ട കാര്യമില്ല. അതെടുത്ത് വൺ സൈഡ് പേപ്പറായിട്ട് ഉപയോഗിക്കും. അതുപോലെ റീയൂസ് ചെയ്ത് എന്തെല്ലാം ഉപയോഗിക്കും അത്രയും യൂസ് ചെയ്തതിന് ശേഷമേ ഓരോ പേപ്പറും കളയുള്ളൂ. അങ്ങനെ ശ്രദ്ധിച്ച് ഓരോ പേപ്പറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, കാരണം മരങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ ആവശ്യമില്ല. പക്ഷെ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു യുഗത്തിൽ കാണുന്നത് എല്ലാവരും ഒരു ഹോട്ടലിൽ കയറിയാൽ തന്നെ എത്രയോ കഷ്ണം പേപ്പറുകളാണ് യൂസ് ചെയ്യുന്നത്. ഓരോ പേപ്പർ ഡീലിബറേറ്റ്ലി ജനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി സ്നേഹികളൊന്നും അതിനെക്കുറിച്ച് പറയാത്തതെന്ന് എനിക്കറിയത്തില്ല. വളരെ വ്യാപകമായിട്ട് ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു. എന്തോ അതാകുക സാറേ. അന്ന് പറഞ്ഞാൽ 80കളിൽ എന്നെ പഠിപ്പിച്ച ആൾക്കാർ അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ നാട്ടിലൊന്നും മരങ്ങളില്ലാതായി പോകണ്ടല്ലേ. എന്തായാലും ഇങ്ങനെയുണ്ട് ഒത്തിരി എൻവയോൺമെന്റലായിട്ടുള്ള ഇതിന് ഒത്തിരി പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മാത്രം. അപ്പം ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മിസ്ഇൻഫർമേഷൻസും ഇതിന്റെ ഇടയിൽ വരാം എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാ നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്ന ആ ഒരു ടെൻഡൻസി എന്താണെന്ന് അറിയുന്നത് നമ്മൾ വളരെ വൈകിയായിരിക്കും. സാബു സാറ് പറഞ്ഞ പോലെ തന്നെ അറിയാത്തത് കൊണ്ടായിരിക്കാം നമുക്കിത് കാണാം. അപ്പം അങ്ങനെ നമ്മള് ഈ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി. അപ്പം ഇനിയും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് സോണറിസം ഇൻ പബ്ലിക് ഡിസ്ക്ലോസ്. ശരിക്കും ഈ ഫോട്ടോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ പൊതുജന മധ്യത്തിൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വാർത്തകളിൽ കുറേശ്ശെ ട്രൂത്ത് ഉണ്ടാവും. അത് ട്രൂത്ത് ചെറുതായി, പക്ഷെ അതിങ്ങനെ വലുതാക്കി അങ്ങ് പോകുമ്പോൾ വേറെ ഒത്തിരി ന്യൂസ്, പൊളിറ്റീഷ്യൻസ്, റിലീജിയൻ, വയലൻസ്, ഒപ്പീനിയൻ, ഹാർമണി, എക്കണോമി കോണ്ടസ്റ്റ്, എക്കണോമിക് കോണ്ടസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഇൻഫർമേഷൻസ് നമുക്ക് തരുമ്പോൾ ഇത് വളരെ കുറച്ചൊക്കെ ട്രൂത്ത് അതിനകത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇതിന്റെ വലുതാണ്. അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. Encouraging skepticism towards sensationalized news. സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് മുമ്പ് സാബു സാറ് പറഞ്ഞതിന് അതിലെ കുറിച്ചുള്ള അതിനകത്തുള്ള അങ്ങനെയുള്ള വാർത്തകളെ സംബന്ധിച്ച് നമ്മൾ അല്പം സംശയദൃഷ്ടിയോടെ തന്നെ നോക്കേണ്ട കാലം ആയിരിക്കും. ഇംപ്ലിക്കേഷൻസ് ഫോർ ഡെമോക്രസി ആൻഡ് ഇൻഫോംഡ് സിറ്റിസൺഷിപ്പ്. ഇൻഫോംഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണിപ്പോൾ. അത് നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വ്യക്തമല്ല എന്നുള്ളതും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും ഉള്ളതാണ് വസ്തുത. അതുകൊണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് സോണറിസം പ്രിൻസിപ്പിൾസ് ഇൻ എഡ്യൂക്കേഷണൽ കരിക്കുല. എഡ്യൂക്കേഷണൽ കരിക്കുലയിൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ പ്രാധാന്യമാണ് ഈ സോണറിസം വരുത്തേണ്ടത് ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവരും ഇങ്ങനെയുള്ള, എൻ്റെ വൈഫിനൊക്കെ എന്തൊരു അറിവാണെന്ന് അറിയാവോ. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തന്ന് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്കും വാട്സപ്പും ആയിട്ട് ഇങ്ങനെ എന്തെല്ലാം ഇൻഫർമേഷൻസ് അങ്ങോട്ട് പുള്ളിക്കാർക്ക് കിട്ടുന്നതെന്നറിയോ. ഇതൊക്കെ ഇതില് എന്തെല്ലാം അതുപോലെയുള്ള ഒരു ഇപ്പോഴത്തെ സമൂഹം. ഇപ്പം ഇന്നൊരു ഇത് കണ്ടു, 50 വർഷത്തിന് ശേഷമുള്ളൊരു വാർത്ത. ആ വാർത്തയിൽ 2 അയൽവാസികൾ തമ്മിൽ സംസാരിച്ചു. എപ്പോഴാണ് ഇത്? 3 മിനിറ്റ് സംസാരിച്ചത് നെറ്റ്വർക്ക് കട്ടായ സമയത്തായിരുന്നു. അപ്പൊ അതുപോലെ ഒരു ആക്ഷേപഹാസ്യമാണ്. എന്നിരുന്നാൽ പോലും അതുപോലെ വളരെയധികം എല്ലാവരും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒത്തിരി സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ സോണറിസം പ്രിൻസിപ്പിൾസ്
എഡ്യൂക്കേഷണൽ കരിക്കുലയിൽ ഉൾപ്പെടുത്തി പഠിപ്പിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ച് നമ്മളൊക്കെ അവെയർ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത് ടീച്ചിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് മീഡിയ ലിറ്ററസി സ്കിൽസ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും സംബന്ധിച്ചും അതുപോലെ മീഡിയ ലിറ്ററസിയെ സംബന്ധിച്ചും മീഡിയയിൽ വരുന്ന വാർത്തകൾ എങ്ങനെയെല്ലാം വളച്ചൊടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനൊരു സ്കില്ല് നമ്മുടെ വരും തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ടിരിക്കുന്നു. മൂന്നാമത്തെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഇൻ എവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്. ഇൻഫോംഡ് ഡിസിഷൻസ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള എവാലുവേറ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്, അതിന് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് കൂടുതൽ ലഭ്യമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻസ്. ഇതിന്റെ എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ ഒന്ന് നോക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ആക്ഷേപഹാസ്യമായിട്ടും വരാം എന്നുണ്ടെങ്കിലും പലപ്പോഴും അത് എത്തിക്കലായിരിക്കണം എന്നില്ല. ബാലൻസിങ് സറ്റയർ ആൻഡ് സിൻസിയറിറ്റി ഇൻ പ്രൊമോട്ടിങ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു ആക്ഷേപഹാസ്യമായിട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അവോയ്ഡിങ് സ്പ്രെഡ് ഓഫ് സൈനിസം ആൻഡ് ഡിസ്ട്രസ്റ്റ്. വളരെ നിന്ദ്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതിനെ സംബന്ധിച്ച് അതിന്റെ അസംബന്ധ അല്ലെങ്കിൽ അവിശ്വാസ്യതയെ സംബന്ധിച്ച് നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാക്കാനായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ പ്രൊമോട്ടിങ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. ഈ നമ്മുടെ പല ഇൻഫർമേഷൻസും വരുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഞാൻ ഇത് തുടങ്ങിയ ഒരു ശരിക്കും മിനിസ്ട്രി ഓഫീസിൽ നിന്ന് ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ശേഖരിച്ച് മിനിസ്റ്റർ റെഡിയായി നിന്നതുകൊണ്ട് ആ രൂപത്തിൽ ഞങ്ങളുടെ MLA തിരുവമ്പാടി MLA ശരിക്കും മിനിസ്റ്ററെ കൊടയാം എന്ന് വിചാരിച്ച് നിയമസഭയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ മിനിസ്റ്റർക്ക് കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അതുപോലെ നമ്മുടെ പൊതുപ്രവർത്തകരും നമ്മുടെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഇതിനെ സംബന്ധിച്ച് അതിനോട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ആക്യുറേറ്റ് ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന്റെ ഒരു സംഭവം, ഇതിന്റെ എത്തിക്കൽ സിറ്റുവേഷൻസ് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പ് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറയാം. ഒരു പ്രശസ്ത TV ചാനലിലെ പരിചയമുള്ള പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഒരു ഡിബേറ്റിന് ചെല്ലാമോ എന്ന് ചോദിച്ചപ്പം ഒരു ഹെൽത്തി ഡിസ്കഷനാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്രയും നേരം തൊട്ടടുത്ത് ഒന്നിച്ചിരുന്ന് ചായയും കുടിച്ച് വിശേഷവും പറഞ്ഞുകൊണ്ടിരുന്നവർ ലൈറ്റ്സ് ഓൺ ക്യാമറ റോളിംഗ് എന്ന് കേട്ടതും സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മളെ കടിച്ചു കയറാൻ നിൽക്കുന്ന ചീറ്റപ്പുലികളായി മാറിയത് പെട്ടെന്നായിരുന്നു. നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ പരിഹാസത്തിൽ പൊതിഞ്ഞ് നമുക്കെതിരെ ചോദിച്ചാണ് അവർ നമ്മുടെ അടുത്ത് തട്ടിക്കയറുന്നതും താറടിച്ച് കാണിക്കുന്നതും. ഇതെന്താ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വരാൻ തന്നെ കുറച്ച് സമയമെടുത്തു. പിന്നെ മനസ്സിലായി, ഇതാണ് നമ്മൾ കാണാത്ത മീഡിയയുടെ പിന്നാമ്പുറ കാഴ്ചകൾ. അതെ, ഇത് നമുക്ക് ധാരാളം നമ്മള് TV-യിലൊക്കെ ഇങ്ങനെ ഡിബേറ്റുകളൊക്കെ കണ്ട് നമ്മൾ അത്ഭുതത്തോടെ ഇതാക്കാറുണ്ട്. എന്ത് വീര്യത്തിലാണ് ഓരോരുത്തർ ഇങ്ങനെ തട്ടിക്കേറുന്നത്, എന്ത് സുന്ദരമായിട്ടാണ്. അത് കഴിയുമ്പോൾ അവർ തോളെ കൈയിട്ട് ചായം കുടിച്ച് പിരിയും. അതിന് മുമ്പും അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളിത് കാണുമ്പോൾ എന്ത് അത്ഭുതത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഇല്ലേ? ഇങ്ങനെയുള്ള ധാരാളം പറ്റിക്കലിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിധേയരാകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ഇന്നിപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ് നമ്മളെല്ലാവരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നോക്കാതെ രാവിലെ ഉറക്കം തെളിഞ്ഞാൽ ഉടനെ വാട്സപ്പ് നോക്കണം. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്താലും ഓരോരുത്തർ പിന്നെയും വാട്സപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പൊട്ടൻഷ്യൽ അഡ്വാൻസ്മെന്റ് ഇൻ സോണറിസം ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇനിഷ്യേറ്റീവ്സ്. Challenges and opportunities in rapidly evolving information landscape. Importance of continued effort to combat misinformation. ഏതായാലും ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. വാട്സപ്പും ഫേസ്ബുക്കും ഇതൊന്നും ഒഴിവാക്കാൻ കഴിയുന്നതല്ല.
അതുകൊണ്ട് ഇതൊക്കെ കുറിച്ചൊക്കെ നമുക്ക് കോമ്പാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാവിയിലേക്ക് ഇതിന്റെ ഒരു ദോഷവശങ്ങളെ സംബന്ധിച്ച് ഞാൻ മുൻകൂട്ടി ഒരു ഇത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. അതും കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നെ വഴിക്കിട്ട് തല്ലൂലേ. അതുകൊണ്ട് അത് ഞാൻ പറയാൻ കടമപ്പെട്ടവനാണ്. കാരണം ഒരു വിഷയം അങ്ങ് എടുത്തിടാൻ എല്ലാവർക്കും കഴിയും. അതിനുള്ള പരിഹാരവും കൂടെ പറയുന്നത് എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ്. എന്നേക്കാൾ കൂടുതൽ നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും കേട്ടോ. പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഫാക്ട് ചെക്കിങ്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് ക്രിട്ടിക്കലായിട്ട് നമ്മൾ തിങ്കിങ് ആണ്. അത് നമ്മൾ മറ്റുള്ളവരെ അഭ്യസിപ്പിക്കുകയും വേണം. അതുപോലെ ഫാക്ട് ചെക്കിങ്. എൻഹൻസ് മീഡിയ ലിറ്ററസി. മീഡിയ ലിറ്ററസി എൻഹൻസ് ചെയ്യണം. അത് വളരെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഇത്. മൂന്നാമത്തെ കോമ്പാക്ട് ഇൻഫർമേഷൻ ബയാസ്. കൺഫർമേഷൻ ബയാസ്. നമ്മുടെ മനസ്സിലുള്ള കൺഫർമേഷൻ ബയാസ് എപ്പോഴും ശരിയായിക്കോണമെന്നില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ശരിയും തെറ്റും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. എൻകറേജ് ഹെൽത്തി സ്കെപ്റ്റിസം. ആരോഗ്യകരമായ സംശയാലുക്കളായിരിക്കുക, ആരോഗ്യകരമായിരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ഇത്. റേസ് ഓഫ് അവയർനെസ് മാനിപ്പുലേറ്റീവ് ടാക്ടിക്സ്. മാനിപ്പുലേറ്റീവ് ടാക്ടിക്സിനെ സംബന്ധിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രൊമോട്ട് റെസ്പോൺസിബിൾ ഷെയറിങ്. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അത് റെസ്പോൺസിബിൾ ആയിട്ട് മാത്രം നമ്മൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു ഇതില് എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു 6 മാസം ആയില്ല, 6 മാസം ഒരു 3-4 മാസം മുമ്പ് എൻ്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായി. ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കി എൻ്റെ ബന്ധത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് അത് അയച്ചു. ലോഹ്യമൊക്കെ പറഞ്ഞ് പലരോടും പണം ആവശ്യപ്പെട്ടു. അപ്പം ഞാനിത് അറിയുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് എന്നോട് 1-2 ആൾക്കാർ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ടോം ചേട്ടാ ഇത് എവിടെയാ ഉള്ളത്, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാനത് അവനോട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അയച്ചു തന്നു. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയുണ്ട്. വേഗം തന്നെ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ അത് ഫേക്ക് അക്കൗണ്ടാണ്, ആരും അതിൽ വഞ്ചിതരാകരുതെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ്റെ മോൻ തന്നെ അവന് പറഞ്ഞു, ഭൂമിച്ചായൻ അങ്ങനെ പണം ആവശ്യപ്പെടാൻ ഒരു അപകടത്തിൽപ്പെട്ട് നിൽക്കുന്നു എന്നാണ്. യാതൊരു ഇതും ഇല്ല. കാരണം പൈസ അടിയന്തരമായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇവനോട് ആവശ്യപ്പെട്ടത്ര. അപ്പൊ ടോമിച്ചാൻ അങ്ങനെ ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയില്ലല്ലോ. അപ്പൊ പുള്ളി വേഗം തന്നെ 30,000 രൂപ അയച്ചു. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു ഇതും കൂടെ വന്ന് കുറച്ച് പൈസയും കൂടെ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് പുള്ളി എന്നെ വിളിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഞാനിങ്ങനെ അയച്ചു കൊടുത്തു പോയത്. അങ്ങനെ വേറെ ആർക്കൊക്കെയോ എത്രയോ ആൾക്കാർ എന്നോട് അറിഞ്ഞ എൻ്റെ പരസ്യം കണ്ടിട്ടും ഒക്കെ പലരും അബദ്ധത്തിൽ പെട്ടില്ല. ഏതാണേലും അപൂർവം ചിലർക്കെങ്കിലും അബദ്ധം പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംഭവങ്ങൾ മീഡിയയിലൂടെ നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൂടുതൽ അവബോധം നമുക്ക് ആവശ്യമുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യം. കാരണം ചെറിയ ചെറിയ സത്യങ്ങൾ പൂർണ്ണമായി കാണിക്കാതെ പലപ്പോഴും എടുത്തു കാണിക്കുന്ന നമ്മൾ ചെറി പിക്കിംഗ് എന്ന് പറയും. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിയാവോ? അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ ചെറി മരത്തേൽ നിൽക്കുമ്പോൾ അതില് കുറച്ചൊക്കെ പഴങ്ങളുണ്ട്. പക്ഷെ ഈ പഴങ്ങള് ആ മരത്തേൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ പഴുക്കാത്ത പഴങ്ങളെല്ലാം കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറവാണ്. അപ്പൊ ഇതൊരു കൊട്ടയിൽ പറിച്ചിട്ട് പഴുത്ത പഴം മാത്രം കൊട്ടയിൽ പറിച്ചിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചെറിപ്പഴം ശേഖരിക്കുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് പഴുത്ത കായകൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇതിനാണ് ചെറി പിക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഫ്രേസാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് സത്യം കാണിച്ചു തന്നിട്ട് പൊതുവെ അങ്ങനെയാണെന്നൊരു ധാരണ നമ്മളിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ഗള്ളിയബിലിറ്റിയെ സംബന്ധിച്ച് നമ്മളൊരു അവയർനെസ് കൂടുതൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാബു സാർ ഇത്രയൊക്കെ സമയം അനുവദിക്കാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എനിക്ക് പറയാനുള്ള ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.
എന്തെങ്കിലും പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് വരുമ്പോൾ അങ്ങനെയാണ് എനിക്കും അതാണ് ആഗ്രഹം. ഏതായാലും ഒരു പുതിയ ആശയം അതിൻ്റെ കുറിച്ച് അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ എങ്കിലും തരാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, വാട്ട് ഇസ് സോനറിസം? ആർക്കെങ്കിലും ഒന്ന് പറയാമോ പ്ലീസ്? ചീറ്റിംഗ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നടത്തുക, ചീറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ചെറിയ സത്യം ചേർത്തുകൊണ്ട് നമ്മളെ തെറ്റായ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ താങ്ക് യു സർ, വെരി ഗുഡ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക. എന്തോ? ആടിനെ പട്ടിയാക്കുക. ആടിനെ പട്ടിയാക്കുന്ന, കറക്റ്റ്, വെരി ഗുഡ്. വളരെ വ്യക്തമായ ഒരു ഇതാണ്. അർത്ഥസത്യങ്ങള് വലുതാക്കി സത്യങ്ങളോടെ തെറ്റിദ്ധരിപ്പിക്കുക. അതെ, വെരി ഗുഡ്. ഇനി ഇത് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, മീഡിയ ഇൻഫ്ലുവൻസ്, കൺഫർമേഷൻ ബയാസ്, എഡ്യൂക്കേഷൻ സ്കെപ്റ്റിസം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഏതെല്ലാം ഏരിയയിൽ എൻവയൺമെന്റലായിട്ട്, സോഷ്യലായിട്ട്? അത് ആർക്കും കിട്ടിയില്ലേ? അതോ ഞാൻ ചുമ്മാ പറഞ്ഞായി പോയോ? ഇല്ല. സോഷ്യലായിട്ട്, പൊളിറ്റിക്കലായിട്ട്, എത്തിക്കലായിട്ട് ഒക്കെ അങ്ങനെയുള്ള ഏരിയയിലെല്ലാം ഇത് വ്യാപിക്കാം അല്ലേ? ഇനി സാർ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച്, മരത്തെ കുറിച്ച് പറയുന്നു. കോൺക്രീറ്റിനെ കുറിച്ച് എങ്ങും പറയുന്നില്ല, ആരും പറയുന്നില്ല. കോൺക്രീറ്റ് പീസുകൾ ഒരു കെട്ടിടം പൊളിച്ചു കഴിഞ്ഞിട്ട് വേറൊരു വലിയ കെട്ടിടം പണിയുമ്പോൾ ഈ പൊളിച്ച കോൺക്രീറ്റ് പീസുകൾ വെള്ളത്തിൽ ലയിക്കുന്നില്ല, ഒരിക്കലും അത് ദ്രവിച്ചു പോകുന്നില്ല. അത് എവിടെ കൊണ്ട് കളയും, എങ്ങനെ കളയും, അത് പ്രശ്നമാണ്. അത് ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരും ഒരു മന്ത്രിമാരും സാധാരണക്കാരും പറഞ്ഞിട്ടില്ല. മരത്തിന്റെ കാര്യം മാത്രം പറയുന്നു. അത് അത്യാവശ്യമാണ്, നോക്കണം. കണ്ടോ, എനിക്കിവിടെ ഒരു തീ കത്തിച്ചു വിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഒത്തിരി ആൾക്കാർ ഇതാ ഇങ്ങനെയുള്ള പുതിയ എങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഒത്തിരി സത്യങ്ങൾ മറയ്ക്കപ്പെട്ടാണ്. നമ്മൾ എന്തൊക്കെയോ ചെറിയ വാർത്തകളുടെ പുറകെ നമ്മളിങ്ങനെ അത്ഭുത പരതന്ത്രനായിട്ട് ഓരോ ദിവസവും പത്രങ്ങൾ വായിച്ചു അത്ഭുതം, കഷ്ടം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ, സാറ് ഈ പറഞ്ഞ പോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ പലരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട്. അതൊരു വലിയ സത്യമാണ് സാർ. വളരെ നല്ലത് സാർ അത് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച തുടരാം കേട്ടോ. സാബു സാർ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഹൗ മാനേജ്, എങ്ങനെ മാനേജ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞെന്നുള്ള ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്രിട്ടിക്കൽ തിങ്കിങ്. വെരി ഗുഡ്. കൂടുതൽ അവയർനെസ് ഉണ്ടാക്കുക. മീഡിയ ലിറ്ററസി, കോമ്പാക്ട് കൺഫർമേഷൻ ബയാസ്, ഹെൽത്തി സ്കെപ്റ്റിസം, പിന്നെ എൻഹാൻസ് മീഡിയ ലിറ്ററസി. യെസ്, വെരി ഗുഡ്. ഫാക്ട് ചെക്കിംഗ്, വെരി ഗുഡ്. റെസ്പോൺസിബിൾ ഷെയറിംഗ്, നമ്മൾ ഷെയർ ചെയ്യുന്നത് അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള. ക്വസ്റ്റ്യൻ ആൻസർ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ആവാം. അപ്പൊ അതിനു മുമ്പ് ഇക്കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഞാൻ കണ്ടു. എൻ്റെ നാട്, ഞാനിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നു ഞാൻ കോഴിക്കോടുകാരനാണെന്നുള്ളത് അറിയാമല്ലോ. ഞാൻ ജന്മം കൊണ്ട് കോട്ടയംകാരനും എൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് കോഴിക്കോടുകാരനുമാണ്. അപ്പോൾ കോഴിക്കോട് ഉള്ള ഒരു സ്ഥലമാണ് പേരാമ്പ്ര ഭാഗത്തു നിന്നാണ് ഞാൻ സർവീസ് കഴിയുന്നത്. അപ്പോൾ പേരാമ്പ്ര ഭാഗത്തുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വളരെ യാഥാർത്ഥ്യമായിട്ട് കണ്ടു. ഞങ്ങൾ പലരും കണ്ടിരിക്കും. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പിതാവിനെ, കസേരയിലിരിക്കുന്ന ഒരു പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്, അടിക്കുകയാണ്, മുഖത്തെ ഈഴിട്ട്. അപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, ഏതാണെങ്കിലും കസേരയിലാണ് ഇരിക്കുന്നത്. സ്വത്ത് തർക്കമാണ് എന്നാണ് അതിന്റെ പിന്നിൽ. പേരാമ്പ്ര ആണ് സംഭവം എന്നാണ് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് വന്നത്. നിങ്ങൾ പലരും അത് കണ്ടു എന്ന് തോന്നിക്ക് തോന്നുന്നു, ഇല്ലേ? കണ്ടിരുന്നു. വീടിന്റെ വരാന്തയിലിരിക്കുന്നതായിട്ട്.
അതെ അതെ, വരാന്തയിലിരിക്കുന്ന കസേരയിലിരിക്കുന്ന ഒരു പിതാവിന് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. അതിന്റെ ചുവട്ടിൽ വന്ന റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും കരഞ്ഞു പോകും. അപ്പം അത്രയും അത് ആരാണെന്ന് അറിയത്തില്ല, അത് വളരെ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സത്യം. പക്ഷെ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്കും അത് എവിടെയെല്ലാം എത്തിപ്പെട്ടു എന്നൊക്കെ ആർക്കറിയാം. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പേരാമ്പ്രക്കാരൻ തന്നെ ആരോ അതിന്റെ അതിന് ചോട്ടിൽ പറഞ്ഞാൽ ഇതൊരു എവിടെയെല്ലാം വ്യാപിച്ചു പോകുന്ന ഏതോ ഒരു ഇതില് ഒരു പേരാമ്പ്രക്കാരനും പറഞ്ഞു പേരാമ്പ്ര അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ, അത് പേരാമ്പ്രത്തെ സംഭവം അല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഏതോ ഒരു മീഡിയയിൽ ഏതോ ഒരു ഗ്രൂപ്പിൽ ഞാൻ വായിച്ചു അത് തമിഴ്നാട്ടിൽ എവിടെയോ ഉണ്ടായ സംഭവമാണെന്ന് ആരോ പറയുന്നു. പക്ഷെ അതിന്റെ സത്യസ്ഥിതിയെ സംബന്ധിച്ച് ആർക്കും അറിയില്ല. ഇതുപോലെയുള്ള എത്രയോ തമിഴ്നാട്ടിലെ പേരമ്പ്രയാ പേരമ്പ്ര എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞ് പറയുന്നു. അത് പക്ഷെ ഇത് ആദ്യം പ്രചരിപ്പിച്ചവർ അങ്ങനെ പേരമ്പ്ര പോയിട്ട് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഇങ്ങനെ പേരമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടോന്നും പേരമ്പ്ര ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോന്നും ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? പേരമ്പ്രയാണെന്ന് പറഞ്ഞു, നമ്മൾ അതങ്ങ് വിശ്വസിച്ചു, അത്രയല്ലേ അല്ലേ? അപ്പം ഇതെന്താണ് അത് ചിലപ്പം കൃത്രിമമായിട്ട് ആൾക്കാരുടെ മനസ്സിലേക്കൊരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും കൃത്രിമമായിട്ട് കാണിച്ചാണെന്ന് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവിടെ എത്രയോ റിപ്പോർട്ടുകൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു. അങ്ങനെയുള്ള ഓരോരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത് കൃത്രിമമായിട്ട് ഉണ്ടാക്കലുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടാവുകയില്ല. ഏതായാലും ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വേണ്ടത്ര അവയർനെസ് ഉണ്ടായിരിക്കുക. നമ്മുടെ വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഈ സോനറിസം എന്ന് പറയുന്ന അതൊരു പുതിയ സംഭവമാണ്. ഏതാണ്ട് 2000 കൂടിയിട്ട് സമൂഹത്തിലേക്ക് അറിയപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ ദോഷവശങ്ങളിലേക്ക് നമ്മൾ ആരും പോകാതെ രക്ഷപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും പൂർണ്ണമായിട്ട് അവയർനെസ് ഉണ്ടാകുക. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഞാനിതൊക്കെ ക്ലാസ് എടുത്തപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്കൊക്കെ ഷെയർ ചെയ്യാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഏതായാലും എന്നെ കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സാർ. വളരെ വളരെ മനോഹരമായ ഒരു വിഷയം. ഇതിനകത്ത് സാറ് പറഞ്ഞപ്പം ഈ കള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുത് എന്ന് ഉള്ള ഒരു വലിയ തത്വമാണ് ഇതിനകത്ത് വരുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടം ഒരു പ്രത്യേക രീതിയാണ്. നമുക്ക് കേട്ടിട്ടുണ്ട് വൈറലാകുക. അത് വൈറലാകണമെങ്കിൽ എന്തെങ്കിലും സെൻസേഷൻ വേണം, അല്ലേ? അല്ലെങ്കിൽ അതിനെ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ മീഡിയ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുന്ന പല തരത്തിൽ പെട്ടെന്ന് പഴയ പോലെ ഒരു പത്രത്തിൽ കണ്ട് നമുക്കറിയാം പത്രത്തിൽ അത്ര ഈസി ആയിട്ട് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പോകത്തില്ല. കാരണം സ്വല്പം കൂടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള യാതൊരുവിധ ചെക്കിങ്ങുകളുമില്ല. സെൻസേഷൻ ആണ്, മറ്റുള്ളവർ കണ്ടാൽ പെട്ടെന്ന് ഷെയർ ചെയ്യപ്പെടണം, ഷെയർ ചെയ്താൽ കൂടുതൽ ലൈക്ക് കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു പുതിയ മീഡിയ സംസ്കാരം നിലനിൽക്കുന്നതുകൊണ്ട് ആ സംസ്കാരത്തിനൊത്ത രീതിയിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള ഒത്തിരി രീതികൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും ഇത് തെറ്റാണ്. പക്ഷെ അതിന് ക്രിയേറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് അല്ലെങ്കിൽ ഒരു ബോധപൂർവമായിട്ടുള്ള അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ, പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കാണും പല കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടുന്നത് എപ്പോഴും വരുന്ന കിഡ്നി ഫെയിലായി, ഇന്നയാളുടെ കിഡ്നി ഫെയിലായി എന്നൊക്കെ പറഞ്ഞ് എല്ലാ വർഷവും മാസങ്ങൾ ഇങ്ങനെ അതിങ്ങനെ ഷെയർ ചെയ്ത് നടക്കുകയാണ്. സത്യത്തിൽ അത് ഒരു ഫേക്ക് ന്യൂസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഫേക്ക് ന്യൂസുകൾ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം ഒരാൾക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആധികാരികത ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. സെൻസേഷൻ ആകുക എന്നുള്ളതല്ല, സത്യത്തെ നിലനിർത്തുക എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യമെന്ന് സാറിന്റെ ഈ സെഷനിലൂടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് ഒത്തിരി വിപത്തുകൾ ഉണ്ടാകുന്നു. പലപ്പോഴും ഇപ്പൊ സാർ എക്സാമ്പിൾ പറഞ്ഞ പോലെ പേരാമ്പ്ര എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന് തന്നെ അതൊരു പേരുദോഷമായി മാറുന്നു. അതുപോലെ ചില വ്യക്തികൾ അല്ലെ, പലപ്പോഴും മീഡിയയിലൊക്കെ കാണുന്നത് പലതും ഫേക്ക് ആണെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യം. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ്. സാറിന്റെ ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത്ര കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും വളരെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലാസ് ആണ്, അല്ലെ? ഒരു അവയർനെസ് ആണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, യെസ്, ആണോ പറയുന്നത്? പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ സാറേ? പറയും. സാർ വളരെ ഒരു പുതിയ ടോപ്പിക്കായിട്ട് വന്നു, അതുകൊണ്ട് കുറെ അവയർനെസ് ഉണ്ടായി, പല അനുഭവങ്ങളും ഷെയർ ചെയ്തു. അതിൽ ലാസ്റ്റ് അനുഭവത്തിൽ പറഞ്ഞത് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പൈസ തട്ടിപ്പ് എന്നുള്ളത് വളരെ കോമൺ ആണ്.
ലാസ്റ്റ് ഇയർ എൻ്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓഫീസിലുള്ള ആളുകൾക്ക് അയച്ചു. അങ്ങനെ ചില ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി. അതിന്റെ മുന്നേ ചില ആളുകൾ പൈസ അയക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഫേക്ക് അക്കൗണ്ട് എന്തോ പ്രശ്നം കൊണ്ട് പൈസ പോയില്ല, അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഇത് പല പ്രാവശ്യം നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. സ്റ്റിൽ ഗോയിങ് ഓൺ. പിന്നെ സാറ് എൻഡോസൾഫാന്റെ കാര്യം പറഞ്ഞു. എൻഡോസൾഫാൻ മാത്രമല്ല, അൾഡ്രിൻ, ഡ്രിൽഡ്രിൻ, മെലാത്തിയോൺ, പാരാഡൈക്ലോറോബെൻസിൻ, നാഫ്തലിൻ ബോൾ വരെ, പാറ്റ ഗുളിക എന്ന് പറഞ്ഞ നാഫ്തലിൻ ബോൾ വരെ ബാൻ ചെയ്തിട്ടുണ്ട് ഡെവലപ്പ് കൺട്രീസിൽ. ഇന്ത്യയും ബാൻ ചെയ്തിട്ടുണ്ട് പലതും. ഈ മെലാത്തിയോണും മെൽഡ്രിനും ഒക്കെ 2000 കൂടി ഇന്ത്യയിലും ബാൻഡ് ആണ്. പക്ഷെ സ്റ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഞങ്ങള് ഹെർബൽ പെസ്റ്റിസൈഡ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഞങ്ങൾ ഒരു 10-15 വർഷമായിട്ട് അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങള് ഈ ക്ലോത്ത് മൗത്ത്, ഡെർമിസ്റ്റഡ് ബീറ്റില് അതിനൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രാമ്പു, കറാമ്പട്ട, ജാതിക്ക, ലെമൺ ഗ്രാസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തിട്ടൊക്കെ എഫക്റ്റീവ് ആണ്. പക്ഷെ അത് വളരെ എഫക്റ്റീവ് ആണെങ്കിൽ അതിന്റെ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ട് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ ഇവിടൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ വിന്റർ ഡ്രസ് ഒരു 6-7 മാസം നമ്മളത് ഈ ഡെർമിസ്റ്റഡ് വീട്ടിലൊക്കെ അറ്റാക്ക് ചെയ്യാറുണ്ട്. വിന്റർ ക്ലോത്ത് മടക്കി വെച്ചാല് 5-6 മാസം 6-7 മാസം അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ക്ലോത്ത് മൗത്ത് ഒക്കെ വന്നിട്ട് അത് അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിന് സാധാരണ നമ്മൾ ഈ പാറ്റ ഗുളിക, നാഫ്തലിൻ ബോളാ ഉപയോഗിക്കാറുള്ളത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാല്, അത് ഇട്ട് കഴിഞ്ഞാല് നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ബോഡിയിൽ ഭയങ്കര ഇച്ചിങ് ആയിരിക്കും, ചൊറിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ക്യാൻസറിന് കാരണമാകുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിൽ റിസർച്ച് ചെയ്ത് ഇപ്പോ ഈ ഇതുണ്ടല്ലോ, കറാമ്പേട്ട, ജാതിക്ക, ഗ്രാമ്പു, അതിൻ്റെയൊക്കെ പൊടിച്ചിട്ട് ഒരു തുണിക്കഷ്ണത്തിലാക്കിയിട്ട് വെച്ചാൽ അതിന്റെ ആ അരോമാറ്റിക് സ്മെല്ലും ഉണ്ട്. ഇതൊക്കെ ഈ കീടങ്ങളൊക്കെ തന്നെ മാറിപ്പോവാറുണ്ട്. അപ്പൊ അതിന്റെ എസെൻഷ്യൽ ഓയിലിന്റെ ഒരു ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ സാർ ഈ ന്യൂസിനെ പറ്റി പറഞ്ഞത്, ന്യൂസ് ഞങ്ങൾ ഇവിടെ ഒരു ഇന്റർനാഷണൽ മ്യൂസിയം ഡേ സെലിബ്രേറ്റ് ചെയ്ത സമയത്ത് പത്രക്കാർക്ക് വേണ്ടത് അവർക്ക് ഇഷ്ടപ്പെട്ട ന്യൂസുകളാണ്. നമ്മൾ താജ്മഹലിനെ കുറിച്ചൊരു റിസർവേഷന്റെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് മ്യൂസിയം ലക്നോ, അതിനെ കുറിച്ച് പറയാൻ അവര്. നമ്മൾ പറയും ഇത് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് വേറെ ഉദ്ദേശമാണ്, ഇതിപ്പോ നമുക്ക് പറയാൻ പറ്റൂല, അത് പറഞ്ഞാൽ അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ പ്രോഗ്രസ്സിൽ പ്രോബ്ലം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ന്യൂസുകളാണ്. അല്ലാതെ നമ്മൾ എത്ര വലിയ വേറെ ഫംഗ്ഷൻ നടത്തിയാലും അവർക്ക് അതിലൊന്നും ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ന്യൂസ് പേപ്പറിൽ ന്യൂസ് ഏജൻസി മീഡിയാസ് എന്ന് പറഞ്ഞാലും അവർക്ക് പറ്റിയ ന്യൂസ് വളച്ചു തിരിച്ച് അങ്ങനെ നമ്മൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത് ചില സമയത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ താജ്മഹലിന്റെ പ്രൊജക്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരത് കൊടുത്തു. എന്നിട്ട് വേറെ പത്രക്കാരൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും കൊടുത്തല്ലോ, എന്നിട്ട് എന്റെ ബോസ് എന്നെ ചീത്ത പറയാണ്, നിങ്ങൾ എന്തിയാ ന്യൂസ് കൊടുക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എനിക്ക് വേറെ ന്യൂസ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തന്നെ. മീഡിയാസ് എപ്പോഴും സെൻസിറ്റീവ് ന്യൂസ് ആണ് അവർക്ക് വേണ്ടത്. അതിനവര് ഈ ആടിനെ പട്ടിയാക്കുന്ന പല പ്രോഗ്രാംസും ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. നമ്മുടെ ഈ വെളിച്ചെണ്ണ അല്ലേ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ, വെളിച്ചെണ്ണയിലൂടെ വന്നാൽ മതി. വെളിച്ചെണ്ണ അറിയില്ല, സോൺറിസത്തിന്റെ പ്രൊഡക്റ്റ് ആണത്. ഒരു കാലത്ത് വെളിച്ചെണ്ണ അതിഭയങ്കരമായ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അതെ. ഇപ്പൊ ഈ അടുത്ത ദിവസം എന്തോ അമേരിക്കയിൽ എന്തോ പഠനം നടത്തിയിട്ട് വെളിച്ചെണ്ണ പലതിനും നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ടും കണ്ടു. ഇപ്പൊ വെളിച്ചെണ്ണയില് മായം കലർത്തി വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു പുതിയ രീതിയിലേക്കാണ് വരുന്നത് അല്ലെ, പാരഫിൻ ഓയിലൊക്കെ മിക്സ് ചെയ്ത്. അത് ബോംബെയിലൊക്കെ ചില കമ്പനികൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ ലോക്കലായിട്ട് പോലും ചെയ്യുന്നുണ്ട്, അത് പലപ്പോഴും പിടിക്കപ്പെടുകയൊക്കെ ചെയ്ത്. ഇപ്പൊ നമുക്കറിയാം വെളിച്ചെണ്ണ ബാൻ ചെയ്യുന്ന എത്രയോ ബ്രാൻഡുകളാണ് ഇടയ്ക്കിടയ്ക്ക് ബാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണയുടെ. ഇതെല്ലാം ഇതാണ് മോശമാണ്. പ്യുവർ വെളിച്ചെണ്ണ ആണെങ്കിൽ എന്റെ അഭിപ്രായത്തില് ശരിക്കും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വെളിച്ചെണ്ണ ദോഷം ചെയ്യില്ല. നമുക്കത് ഏറ്റവും ഉപകാരപ്രദമായ സസ്യ എണ്ണയാണ്. സാർ
അൻവർ സാറേ ശരിക്കും കേൾക്കുന്നില്ലല്ലോ. പിന്നെ നെറ്റ് പ്രോബ്ലം. അൻവർ സാറിന്റെ നെറ്റ് ക്ലിയർ. മോഹൻദാസ് സാർ പറഞ്ഞു. ടോമി സാറേ നമസ്കാരം. എല്ലാവിധ മംഗളങ്ങളും നന്മകളും നേരുന്നു. വാസ്തവത്തില് നമുക്ക് എവിടെ തിരിഞ്ഞാലും ഈ കബളിപ്പിക്കൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾക്കൊക്കെ ഏകദേശം ഇപ്പം അറിവുണ്ട്. എങ്കിൽ പോലും കളിപ്പ് പറ്റിയവര് തന്നെ പിന്നെയും പിന്നെയും കബളിപ്പിക്കലിന് ഇരയാകുന്നു. പുതിയ തന്ത്രങ്ങളും പുതിയ രീതികളും ഒക്കെയാണ് അവലംബിക്കുന്നത്. സാറ് ഹോർലിക്സിന്റെ അതിലെ ചെറിയ അക്ഷരത്തെ കുറിച്ച് പറഞ്ഞാണ് ഈ വിഷയത്തെ ഒന്ന് പെട്ടെന്ന് ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്തി തുടങ്ങിയത്. വളരെ ശരിയാണ്. അതിന് സമാനമെന്ന് എനിക്ക് തോന്നിപ്പോയി ഈ മദ്യക്കുപ്പിയിലെ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന ആ എഴുത്തും സർക്കാർ ഓഫീസിലെ ഈ കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും വലിയ കുഴപ്പമാണെന്നും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ആ ഗണത്തിൽപ്പെടുത്താൻ എനിക്ക് തോന്നിപ്പോയി. പണ്ട് കാലത്ത് പാലിൽ വെള്ളം ചേർക്കുക, കള്ളിൽ വെള്ളം ചേർക്കുക, ഇങ്ങനത്തെ ഒരു കൊച്ചു കബളിപ്പിക്കലാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വഴിയറമ്പിൽ ഇങ്ങനെ പിച്ചളമാലയിൽ സ്വർണമാണെന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരുതരം കച്ചവടമായിരുന്നെങ്കിൽ അവിടെ നിന്നൊക്കെ ഇപ്പൊ മാറിയിട്ട് അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഇച്ചിരി കഴിയുമ്പോൾ. ഇപ്പൊ ഒട്ടും തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ ഈ മീഡിയാസ് വന്ന് നമ്മളെ കെണിയിൽപ്പെടുത്തുന്ന ഒരു വലിയ ലോകത്താണ് നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സാറ് പല ഏരിയകൾ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ആത്മീയ മേഖലയും കൂടെ അതിൻ്റെ അകത്ത് പെടുത്തിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്ഭുത രോഗശാന്തി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തൊക്കെ ഈ പൊളിറ്റിക്കൽ ആയിട്ട് ആളുകളെ നേരിടാനായിട്ടുള്ള വളരെ വലിയ സംഗതികളാണ്. ഇപ്പം മണിപ്പൂരിലെ എന്ന് പറഞ്ഞ് മണിപ്പൂരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തടത്തെ പടമൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ യമനിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാണിക്കും. അതിന് അമിതമായിട്ടൊന്നും ഒരു ബന്ധവും ചിലപ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക തട്ടിപ്പ്, ഇരട്ടിപ്പിക്കലിന്റെ ഒക്കെ പേരിലും പല സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ പടം വെച്ചുകൊണ്ടും ഒക്കെ പല ഇത്തരം സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടിയെ പിടിക്കപ്പെട്ടപ്പോഴാണ് എന്നെ ആ സ്ഥാപനത്തിന്റെ ഒരു ഏജൻസി എടുക്കാൻ വേണ്ടി നമ്മുടെ ഒരു സുഹൃത്ത്, മീഡിയയിലൂടെ തന്നെ പരിചയപ്പെട്ട ഒരു സുഹൃത്ത് കുറച്ചു കാലം മുമ്പ് എന്നെ സമീപിച്ചിട്ട് 50,000 രൂപ കൊടുത്താൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനം നിങ്ങൾക്ക് കിട്ടും, വലിയ ലാഭമൊക്കെ ഇപ്പൊ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് പിടിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോ ഞാൻ പുള്ളിക്കാരത്തെ വിളിച്ചപ്പോ പുള്ളി പറയാണ്, ഞാൻ ചേർത്തവരോടൊക്കെ പറഞ്ഞായിരുന്നു കാശ് തിരിച്ചു വാങ്ങിക്കുമോ, ഇത് പൊട്ടിപ്പാൻ പോവുകയാണെന്ന്. ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ നിരവധി സംഘങ്ങളിൽ പൈസ നിക്ഷേപിച്ച ആളുകൾ ഇതുപോലെ നമ്മളുടെ ലോഹിക്കാരാണ് നമ്മളെ വീതിക്കുന്നത്. ഇപ്പോഴത്തെ മറ്റൊരു തട്ടിപ്പ് എനിക്ക് തോന്നുന്നത് ഈ MLM-കളാണ്. അതിൽ തന്നെ വെൽനസ് എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ 1000 പേരുടെ സൂമിൽ നമ്മൾ കയറുമ്പോൾ ഞെട്ടിപ്പോകും. 950 പേര്, ചിലപ്പോൾ നമുക്ക് കയറാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയും. ഈ മരുന്ന് കഴിച്ചിട്ട് അവരുടെ രോഗം മാറി, മറ്റത് മാറി, മറിച്ച് മാറി എന്നൊക്കെയാണ് പറയുന്നത്. രോഗം എന്നാണെന്നൊന്നും പറയുന്നില്ല. നടുവേദന മാറി, തലവേദന മാറി. അപ്പൊ ഇതൊക്കെ ആരാണ് പറയുന്നത്? ഇന്ന രോഗത്തിനുള്ളത്. അപ്പൊ പറയും ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഓട്ടോറിക്ഷക്കാർ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല. ഇവരൊക്കെയാണ് രോഗങ്ങൾ ഇന്നതിന് എല്ലാത്തിനും കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് 20,000, 25,000 രൂപയൊക്കെയാണ് മരുന്നിന്റെ വില. ഒരു മാസത്തേക്ക് കഴിക്കാനുള്ള മരുന്ന്, 10 ഐറ്റം മരുന്ന്, 5 ഐറ്റം മരുന്ന്, ഇതെല്ലാം തന്നു. ഇതെല്ലാം നമ്മുടെ പരിചിതരാണ്. അവര് പാവങ്ങളാണ്. അവരുടെ മുമ്പിൽ 2 തരം ചോയ്സ് ആണ് അവിടെ. ഒന്ന്, ഈ രോഗം മാറുമെന്നുള്ളത്. 2, ഇതിന്റെ കമ്മീഷൻ. അവർക്കൊക്കെ ഇങ്ങനെ ചെക്ക് കാണിച്ചാണ്, ഇതേ ഒരു മാസത്തെ ചെക്ക് കിട്ടിയിരിക്കുന്നു 50,000 രൂപ, 40,000 രൂപ. അപ്പൊ ഇവിടെ
ജോലി ചെയ്തിട്ട് അനഗതിയും പരഗതിയും ഇല്ലായിരിക്കുന്നത് പെട്ടെന്ന് വിചാരിക്കും അതെ, നമ്മുടെ നല്ല തീർന്നാ പരിപാടിയാണ്. അങ്ങനെ നമ്മളും പറ്റിക്കപ്പെടും. 2-3 മാസം കഴിച്ചിട്ട് കുറവില്ല, അവർക്കത് മതി. ഈ 2-3 മാസത്തെ മതി. ഇങ്ങനെ ഇത് ചെയിനായിട്ട് പോകില്ലേ. അപ്പൊ തീർച്ചയായിട്ടും കൊള്ളാം. ഇതിങ്ങനെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഈ തട്ടിപ്പിൽ പെട്ടവർക്ക് ഇനിയെങ്കിലും പെടല്ലേ എന്ന് നമുക്ക് വിചാരിക്കാം. എങ്കിൽ പോരും അതെ, ഞാൻ ഒരു 5-8 MLM തല വെച്ചു. ഓരോന്ന് കഴിയുമ്പോഴും ഇത് വിചാരിക്കും ഇനി ഒന്നിലും പെടില്ല. പക്ഷെ നോക്കുമ്പോൾ ഒട്ടും ഉപേക്ഷിക്കാൻ മേലാത്ത ഒരാളാണ് അടുത്തതുമായിട്ട് വരുന്നത്. അതെ. ഈ രീതിയിൽ നമ്മളും പെട്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വളരെ അല്ല, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സാധിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഓർമ്മപ്പെടുത്താൻ വളരെ നല്ലതായിരിക്കുന്നു, നന്നായിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. മോഹൻദാസ് സാർ. ടോമസ് സാറെ, ക്ലാസ് ഒക്കെ നന്നായിരുന്നു, നല്ലൊരു അവയർനെസ് ആയിരുന്നു. നല്ല പുതിയ വാക്കും പഠിച്ചു. ഈ പറഞ്ഞ പോലെ മിക്കവാറും ഈ പത്രങ്ങളുടെയും ഫുഡ് പ്രോഡക്ട്സിന്റെ ഒക്കെ പരസ്യങ്ങളാണ്. ആ മീഡിയാസൊക്കെ ഒരു ധർമ്മവും ഒരു എത്തിക്സും ഇല്ലാതെയാണ് അവർ പരസ്യം ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ ആക്ടേഴ്സ് സ്റ്റാർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞാൽ നമ്മുടെ തന്നെ മുൻനിര നടന്മാരൊക്കെ ഇതിലേക്ക് വന്നിട്ട് ഒന്നുമില്ലാത്ത ഒന്നിനെ കുറിച്ചാണ് അവർ ഈ പരസ്യം ചെയ്തിട്ട് പോകുന്നത്. സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർക്കും പോലും ഒരു എത്തിക്സ് ഇല്ല എന്നുള്ളതാണ് വേദനജനകമായിട്ടുള്ളത്. ഇനിയൊന്ന് സാധാരണ ഇതിന് ബന്ധമില്ലാത്തതാണ് എൻഡോസൾഫാന്റെ യഥാർത്ഥം എന്തായിരുന്നു. ഇത്രയും അംഗീകരണം അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന് ഇതുവരെ അതിനൊരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? സാറേ, അതിന്റെ യാഥാർത്ഥ സ്ഥിതി യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ അവിടെ പോയി റിസർച്ച് നടത്തിയതാണ്. ഈ പറയുന്ന വൈകല്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെയുള്ള ഈ പറയുന്ന ഏറ്റവും ഗുരുതരമായ പഞ്ചായത്തുകളിൽ ഉണ്ടായി എന്ന് പറയുന്നത് മറ്റുള്ള ജില്ലകളിലെ പല പഞ്ചായത്തുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അധികമൊന്നുമില്ല. പക്ഷേ ഒന്നോ മറ്റോ സംഭവങ്ങൾ എടുത്തിട്ട് ഇവര് അത് അവിടെ ഇതുകൊണ്ട് എൻഡോസൾഫാൻ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വലിയ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നു. അത് പത്രക്കാരും അതിനകത്ത് പല രാഷ്ട്രീയ മുതലെടുപ്പുകളും പലർക്കും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്കോ മറ്റു ആൾക്കാർക്കോ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരൊക്കെ അവിടെ പോയി പഠനം നടത്തിയിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് ഇതിനെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ പഠിച്ചതനുസരിച്ച്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പഠിച്ച കാലത്ത് പറഞ്ഞിട്ടുള്ളത് സസ്തന ജീവികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന അപകടം കുറഞ്ഞ ഒരു കീടനാശിനിയാണ് എൻഡോസൾഫാൻ. ഇത് പിന്നെ നേരിട്ട് ആഹരിക്കാൻ ചിലപ്പം കലക്കി കുടിച്ചാൽ ചിലപ്പോൾ ദോഷം ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതല്ലാതെ മണത്താലോ ചെറിയ തോതിൽ, ഇനിയിപ്പോൾ അത് വ്യാപകമായിട്ട് ഇപ്പോൾ ഏരിയ സ്പ്രേയിങ് നടത്തുമ്പോൾ നേരിട്ട് കുടിക്കുന്ന വെള്ളം തുറന്നു വെച്ചിടത്ത് എവിടെയെങ്കിലും ഒക്കെ വീണാൽ ചിലപ്പോൾ അത് ഉള്ളിൽ പോയേക്കും. എന്നാലും വളരെ ചെറിയ തോതിലൊന്നും പോയാൽ ഒരു മനുഷ്യന് ഒരു അപകടം അതുകൊണ്ട് വരാനില്ല. പക്ഷേ പിന്നെ എല്ലാവരും ഇത് തുറന്നു വെച്ച് ഇത് ഇതേപോലെ എടുത്ത് ആഹരിക്കുമൊന്നും അല്ല, അത് എത്രയോ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി ഒക്കെയാണ് ചേർക്കുക. ഒരു എൻഡോസൾഫാൻ 2 മില്ലിയാണ് ഉപയോഗിക്കുക. അത് പിന്നെ ഏരിയ സ്പ്രേയിങ് നടത്തിയാൽ ഇത് വാതകമായിട്ടാണ്, ശരിക്കും വാതകത്തിന്റെ ഫോമിലാണ് ഇലകളിൽ വ്യാപിക്കുക. അത് മണ്ണിലേക്ക് എത്തിയാലും മണ്ണിൽ നിന്ന് അത് ലീച്ച് ചെയ്ത് ഏതെങ്കിലും വാട്ടർ സോഴ്സുകളിലെത്തി ആ വെള്ളം കുടിച്ചിട്ടൊന്നും ആൾക്കാർ അപകടപ്പെടുക എന്ന് പറയുന്നതൊന്നും വലിയ എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ ഇത് വലിയ സംഭവമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയി പഠനം നടത്തിയിരുന്നു. പക്ഷെ മറ്റു പല ജില്ലകളിലുമുള്ള ഈ പറയപ്പെട്ട പിന്നെ വൈകല്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലൊന്നും അവിടുത്തെ ജനങ്ങൾക്കില്ല. പക്ഷേ അവിടെ സാമ്പത്തികമായിട്ട് അല്പം പിന്നോക്ക ഒരു ജില്ല ആയതുകൊണ്ട് അതിൻ്റെതായ ചില കൂടുതലുണ്ടാവും. ശരിയായ ചികിത്സ കിട്ടാത്ത നല്ല ഹോസ്പിറ്റൽ, അന്നത്തെ കാലത്ത് നല്ല ഹോസ്പിറ്റലൊന്നും അവരൊന്നുകിൽ കോഴിക്കോട് വരണം അല്ലെങ്കിൽ മംഗലാപുരത്ത് പോകണം. വലിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ആദ്യം ആൾക്കാരും അങ്ങനെ ശ്രദ്ധിക്കില്ല. വളരെ പ്രാകൃതമായ രൂപത്തിൽ ജീവിക്കുന്ന ഒത്തിരി ജനങ്ങൾ അവിടെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം അതിൻ്റെതായ ഒരു കൂടുതലുണ്ടാവുക എന്നുള്ള, അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഏതാണെങ്കിലും ഒത്തിരി കാലം എൻഡോസൾഫാൻ എന്ന് പറഞ്ഞിട്ട് കൃഷി വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കാർഷിക പ്രൊജക്ടിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഒത്തിരി എന്തൊക്കെയോ നടന്നു. എന്താണെന്ന് ഏതാണേലും ഇതിനെക്കുറിച്ച് വളരെ കൂടുതലൊന്നും എനിക്കും പറയാൻ മേല. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതും പഠിച്ചതും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്. കേരളത്തിൽ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളൂ, കേരളത്തിന് വെളിയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. എൻഡോസൾഫാൻ കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. സസ്തന ജീവികൾക്ക്, മമ്മൽസിന് അത് കമ്പാരിറ്റീവ്ലി സേഫ് ആണ്. എന്ന് പറഞ്ഞാൽ നേരിട്ട് എടുത്ത് കുടിക്കണമെന്നല്ല കൊണ്ട് പറയുന്നത്. അതല്ലാതെ നോർമൽ യൂസിൽ നമ്മൾ പച്ചക്കറികൾക്കൊക്കെ അത് ആദ്യകാലത്ത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നു, പച്ചക്കറികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്നു.
ഫ്ലവറിങ്ങിനെ ആക്രമിക്കുന്ന കീടങ്ങൾക്കെതിരെയൊക്കെ വളരെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 20 ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിഡ്യൽ ടോക്സിറ്റി ലെവലേശമില്ല. അത് മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ, മണ്ണിൽ കലർന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസിഡ്യൽ ടോക്സിറ്റി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ഫ്ലോറിനേറ്റഡ് ഹൈഡ്രോകാർബൺസ് വർഗത്തിൽപ്പെട്ടതൊക്കെയാണ് വളരെ വ്യാപകമായിട്ട് റെസിഡ്യൽ ടോക്സിറ്റി നിലനിൽക്കുന്നത്. ഇത് ഓർഗാനോഫോസ്ഫറസ് വർഗത്തിൽപ്പെട്ടതാണ്. ഓർഗാനോഫോസ്ഫറസ് വർഗത്തിൽപ്പെട്ട ഇതിൽ നിന്നും റെസിഡ്യൽ ടോക്സിറ്റി ഒക്കെ വർഗത്തിൽപ്പെട്ട ഒരു സാധനത്തിനും ഒരു 20-30 ഡേയ്സിൽ അപ്പുറം റെസിഡ്യൽ ടോക്സിറ്റി നിലനിൽക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം കഴിഞ്ഞാൽ അവശിഷ്ട വിഷവീര്യം എന്ന് പറയുന്ന ലെവലാശമില്ല. അങ്ങനെയൊക്കെയുള്ള കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പക്ഷെ എന്തുകൊണ്ടോ ഏതാണേലും അതിനെക്കുറിച്ച് വലിയൊരു സംഭവമൊക്കെ ആയിരുന്നു. എല്ലാവർക്കും അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഡോക്ടർ താങ്ക് യു. ഡോക്ടർ അഡ്മിറ്റ് ചെയ്യും. ഡോക്ടർ സാർ, ഈ ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോ ഇത് WHO പറഞ്ഞ എന്തോ ഒരു സാധനമാണെന്നൊക്കെയാണ്. പക്ഷെ H2O ആണെന്ന് പിന്നെ ആണ് മനസ്സിലേക്ക് വന്നത്. സസ്പെൻസ് നിർത്തിയത്. അതാണ് ഈ മജീഷ്യൻസിന്റെ അവതരണമില്ലേ, അതേപോലെ വളരെ നാടകീയമായിട്ട് അതങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഇപ്പൊ ഈ കാലം എങ്ങനെയാണ്, ഇപ്പൊ ഫേക്കും അല്ല ഡീപ് ഫേക്കിന്റെ കാലമാണ്. നമുക്കറിയാം മോഡിയുടെ ഇലക്ഷൻ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തത് ഈ വീർ ശർമ്മയും പരുൾ അഹിർവാറും ഒക്കെ കൂടെ ചേർന്ന് നടത്തിയ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഇത് വഴിയൊക്കെ വലിയ കാര്യം. പക്ഷെ ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതല്ലേ. ഈ സെമന്താവും മണി ശ്രീകൃഷ്ണൻ മോട്ടിച്ചു എന്നും പറഞ്ഞിട്ട് വലിയൊരു അപവാദ പ്രചരണം ഉണ്ടായപ്പോ അതല്ലാന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഗുഹയ്ക്കകത്തൊക്കെ പോയിട്ട് ജാമ്പവാനെ കൊല്ലുകയും പക്ഷെ ഒരു ഭാര്യയൊക്കെ അവിടുന്ന് കിട്ടി. എങ്കിലും അന്നേ ഈ അപവാദ പ്രചരണമൊക്കെ ഉണ്ട്. അതുപോലെ ഈ ദൈവമാണെങ്കിൽ പോലും ശ്രീരാമൻ ഭാര്യയെ ഉപേക്ഷിച്ചത് അവര് മോശപ്പെട്ട രീതിയിൽ ഒരു വന്യയാളുടെ കസ്റ്റഡി കഴിഞ്ഞു എന്നൊക്കെ ഒരു പ്രചാരണം നാട്ടി വന്നപ്പോഴത്തേക്ക് ദൈവം പോലും ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒരു അവസരം ഒക്കെ വന്നു. പക്ഷെ ഇതില് ഈ അടിന പട്ടികയിൽ ഇതില് ഒരു അടിസ്ഥാനപരമായിട്ട് വേറൊരു കാര്യമുണ്ട് സർ. അതായത് എന്തുകൊണ്ടാണ് ഇത് വേഗം കാട്ടുതീ പോലെ പടരുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത് ഒക്കെ. ഈ മാലാഖ പോലെ പരിശുദ്ധനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം ഒരു സ്ത്രീയായിട്ട് മോശക്കാര്യത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് അറിയാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അത് കാട്ടുതീ പോലെ പടരുകയും ആ മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇതിനൊരു അടിസ്ഥാന കാരണം ഈ മനുഷ്യരും ബേസിക്കലി സാഡിസ്റ്റുകളാണ്. ഈ മറ്റൊരാൾ ദുഃഖിക്കുന്നു, മറ്റൊരാൾ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നെഗറ്റീവ് കാര്യങ്ങളിൽ അന്യരുടെ ദോഷം പ്രചരിപ്പിക്കാനുള്ള ഒരു വലിയ ത്വര നമ്മുടെ ജീനുകളിൽ കോഡ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വലിയ പദവിയിലെത്തിയവരായാലും അല്ലെങ്കിൽ മോശം രീതിയിൽ ജീവിക്കുന്ന, അപ്പൊ ഈ സ്വാത്വിക ജീവിതം നയിക്കുന്നവരാണെങ്കിലും അതേപോലെയല്ല, അപരന് ദോഷം വരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ഹരം, ഒരു രസം, അടുത്ത വീട്ടിലെ ആളുടെ ഭാര്യയെ ചാടിപ്പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖത്തിനേക്കാൾ ഏറെ സംഭവിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ ബേസിക്കലി സാഡിസ്റ്റ് ആണ് എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോ ഡോക്ടർമാരായാലും രാഷ്ട്രീയക്കാരായാലും സ്വാമിമാരായാലും അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കളായാലും എല്ലാം ഒരു ഈ നമുക്കൊരു സാഡിസം നമ്മുടെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിച്ച് അതിനെ ഇപ്പോൾ ഈ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വലിയ കാറ്റലിസ്റ്റുകളായിട്ട് ചാനൽ ചർച്ചകൾ വളരെയധികം ഉണ്ട്. ഇപ്പൊ ഈ പോരാളി ഷാജിയും മറ്റേവരും ഒക്കെ ഈ അതിലൊക്കെ കടന്നുപോയി എന്നൊക്കെ ഇപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്തവർ തന്നെ ഇപ്പൊ പറയുന്നത് നമ്മൾ വായിക്കുകയുണ്ടായല്ലോ. അതുപോലെ ഈ സിനിമാ താരമൊക്കെ പരസ്യത്തിൽ നേരത്തെ ഒരു പരസ്യം പറയുന്നത് ലിഫ്റ്റ് ടെക്നോളജി പഠിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നും പറഞ്ഞ് എത്രയോ പിള്ളേരെയാണ് ഈ ലിഫ്റ്റ് ടെക്നോളജി. ഇപ്പൊ ലിഫ്റ്റ് ഒന്നും ഇല്ലേ നാട്ടില്, ലിഫ്റ്റിന്റെ എണ്ണം കൂടി പക്ഷെ അത് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ഈ മോഹൻലാൽ വന്നിട്ട് പറയാം കൊമേഴ്സ് പഠിക്കൂ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും കൊമേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ജോലി കിട്ടുമെന്നൊക്കെ. കൊമേഴ്സുമായിട്ട് മോഹൻലാലിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന് അക്കൗണ്ടൻസിയോ അല്ലെങ്കിൽ കൊമേഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയുന്നതല്ല. അപ്പൊ ഇപ്പൊ ഫേക്കും കഴിഞ്ഞ് ഡീപ് ഫേക്കിലേക്ക് പോയി കഴിഞ്ഞത്. അപ്പോൾ പത്രം വായിച്ചാൽ പോലും 4 പത്രം വായിച്ചാൽ പോലും സത്യം അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്കതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കാൻ്റെ കാര്യം ഇതിൽ നിന്നൊക്കെ പരമാവധി അങ്ങ് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ആസ്വദിക്കുകയും വേണം, പക്ഷെ അത് ശരിയായിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് മറുനാടനെയും കേൾക്കണം, പോരാളി ഷാജിയും വായിക്കണം, അതേപോലെ തന്നെ ഇത്. അപ്പൊ ഇതിൽ ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ പറ്റാത്തത് ഇതൊക്കെ നമ്മളെ രസിപ്പിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. നമ്മൾ ഈ സത്യാന്വേഷികളായിട്ട് ബുദ്ധൻ രാജോടും കൊട്ടാരം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി നടന്നതുപോലെ ഒന്നും നടക്കാൻ നമ്മൾ തയ്യാറല്ല.
നമുക്ക് ഒരു ദിവസത്തെ രസത്തിനുള്ള കാര്യങ്ങളും അതും ഇതുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുടുംബിനികളും ഒക്കെ ഈ ജോലി കഴിഞ്ഞതിന് ശേഷം ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന എന്തെല്ലാം കഥകളാണ്. നഗ്നയായ മകൾ മുന്നിൽ വന്നപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഒക്കെ കേട്ട പ്രാണനടിച്ചത് വായിക്കുമ്പോഴാണ് 2 വയസ്സുള്ള പെൺകുഞ്ഞ് കുളി കഴിഞ്ഞിട്ട് അച്ഛനോട് ഡ്രസ്സ് ചെയ്യിക്കാൻ വരൂ എന്ന് പറഞ്ഞ അവസാനം കിടക്കുള്ളൂ. അപ്പം ബേസിക്കലി നമുക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങളോടും അതേപോലെ തന്നെ ഈ സദാചാര വിരുദ്ധതയോടും ഒക്കെ വലിയൊരു അഭിനിവേശമുണ്ട്. അതാണ് പരമാവധി ഇതിൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇവരെയൊക്കെ വെറുതെ വിടാം, ഈ ഇത് പ്രചരിപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് വെറുതെ വിടാം. അവര് അവരുടെ ഹരം കൊണ്ട് ഇത് രസിപ്പിക്കട്ടെ. പക്ഷെ നമ്മൾ ഈ രസിക്കാൻ നിൽക്കണമെന്ന് ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ലല്ലോ, ആരും നിർബന്ധിക്കുന്നില്ല. ഇപ്പോ ഈ കേരളത്തില് ഞാൻ ചിലപ്പോ ഈ മെഡിക്കൽ കോളേജിൽ പിള്ളേരോട് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ പാലക്കാട് ജില്ലാ കളക്ടറുടെ പേര് അറിഞ്ഞുകൂടാ. പക്ഷെ സോളാർ എന്ന് കേട്ടാൽ ഉടനെ സരിതയുടെ പേരിങ്ങി മനസ്സിൽ വരും. ഇപ്പൊ ഈ മോഡിയുടെ ഈ റൂഫ് ടോപ്പ് സോളാർ, ഇപ്പൊ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഈ റൂഫ് ടോപ്പ് സോളാറിന്റെ വർക്കൊക്കെ ഉണ്ട്. സോളാർ എന്ന് കേട്ടാൽ ഉടനെ സരിത കോഡ് ചെയ്യപ്പെട്ട പോലെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പോലെ. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ഈ വിക്രിയകളും അതേപോലെയുള്ള ഈ വാനരത്വം ഒക്കെയാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് വലിയ ദോഷമൊന്നും ചെയ്യില്ല, പക്ഷെ നമുക്കിതൊക്കെ രസിക്കാൻ ഉള്ള ഒരു അവസരം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഭയങ്കര വേവലാതി വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, സർ. ഓക്കെ, എനിവേ യുവർ പ്രസന്റേഷൻ വാസ് ബ്യൂട്ടിഫുൾ. കാരണം അതിൽ ഈ അവസാനം വന്ന് ഈ ചെറി പിക്കിങ്ങിൽ വന്ന് അവസാനിപ്പിച്ചത് നന്നായി. നമ്മൾ ഈ പഴുത്ത ചെറികൾ മാത്രം എടുത്താൽ മതിയല്ലോ, അതിൽ കീടങ്ങൾ കയറിയതും അതേപോലെ തന്നെ എൻഡോസൾഫാൻ അടിക്കേണ്ടതുമായിട്ടുള്ളതൊക്കെ നമ്മളങ്ങ് ഉപേക്ഷിക്കാം, വേണ്ടത് മാത്രം എടുക്കുക. പിന്നെ രസിക്കുകയും വേണം. പിന്നെ ഇതെല്ലാം ശുദ്ധമായിട്ട് 100% 916 ആയിരിക്കണമെന്നും പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? മനുഷ്യരല്ലേ ഇതൊക്കെ സൃഷ്ടിക്കുന്നു. അപ്പൊ എനിവേ ഇറ്റ് വാസ് എ വെരി ഡിഫറെന്റ് ടോപ്പിക് ആൻഡ് യു പ്രസന്റഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. താങ്ക് യു. ശോഭന മാം, സ്നേഹലത മാം, താങ്ക് യു സാബു സാർ. ടോമി സാറ് നമ്മളെ വെള്ളം കുടിപ്പിച്ചു ആദ്യം തന്നെ. പിന്നെ അങ്ങോട്ട് എന്താണ് യൂറിനേഷനും സ്വെറ്റിങ്ങും എന്ന് വേണ്ട, ഇതൊക്കെ കേട്ടപ്പോ വിചാരിച്ചു ഇതെല്ലാം എക്സസീവ് ആയിട്ട് സംഭവിക്കും. തീർച്ചയായിട്ടും അതെ അതെ. അപ്പൊ അങ്ങനെ നമ്മളെ ഒന്നുകൂടി ഒന്ന് ചിന്തിപ്പിക്കാൻ സാറിന്റെ ഈ സബ്ജക്റ്റിന് കഴിഞ്ഞു. വളരെ രസമായിട്ട് സാർ അത് അവതരിപ്പിച്ചു. അപ്പൊ നമുക്ക് നമ്മുടെ മീഡിയ സംസ്കാരത്തില് ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി ആരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് പറഞ്ഞാൽ തീരില്ല. അതുപോലെയാണ് ഓരോ ദിവസവും ഇങ്ങനെ ഫേക്ക് ന്യൂസ് വന്നുകൊണ്ടേയിരിക്കുന്നത്, കാട്ടുതീ പോലെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മള് ഈ ഇതിനെക്കുറിച്ച് സേഫ്റ്റി പിൻ വിഴുങ്ങിയ ഒരു കുട്ടി കുറേ നാളായിട്ട് കാണുന്നതാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും എഴുതും ഇത് ഫേക്ക് ന്യൂസ് ആണ് കേട്ടോ എന്ന് എഴുതുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അരളി, അത് പിന്നെ നമ്മള് ഈയിടെ ഒന്ന് അനുഭവിച്ചു. അരളി വിഷമാണെന്ന് പറഞ്ഞ് കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടായി, ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി അരളിയുടെ ഇല തിന്നിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ നമ്മൾ ഈ നിപ്പ വന്നപ്പോഴാണ് കേട്ടു, അയ്യോ അതെ അതെ അതെ, മദ്യം കുടിച്ചാല് നിപ്പ വരില്ല എന്ന് പറഞ്ഞൊരു മദ്യപാൻ ഒരു ഇത് ഇറക്കി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ എന്തായാലും ഇപ്പൊ അവസാനം വന്നിരിക്കുന്ന ശബ്ദം, ഫോണില് ശബ്ദം AI ഉപയോഗിച്ച് ഈ നമ്മുടെ ഫ്രണ്ടിന്റെ ആണെങ്കിൽ ആ ശബ്ദം അതുപോലെ പറഞ്ഞ് രൂപ തട്ടുന്ന കേസുകളൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ് വാസ്തവം എന്നറിയില്ല. എന്തായാലും നമ്മുടെ ഈ സൈബർ ക്രൈമിൽപ്പെട്ട ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ ശിക്ഷയാണെന്ന് ഈയിടെ ഞാനൊരു പോലീസ് ഓഫീസറുടെ ഒരു ടോക്ക് കേട്ടു. മിനിമം എന്ന് പറയുന്നത് 3 വർഷത്തെ തടവും 1 ലക്ഷം പിഴയുമാണ്. മാക്സിമം 1 കോടി രൂപയും ജീവപര്യന്തം തടവുക. നമ്മളൊന്ന് ഷെയർ ചെയ്താൽ മതി. ഈ ഫേക്ക് ന്യൂസ് നമ്മളായിട്ട് ഉണ്ടാക്കിയത് വേണമെന്നില്ല, നമ്മളിത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഈ കുറ്റങ്ങളൊക്കെ ചുമത്തി നമ്മളെ കൊണ്ടുപോയി ജയിലിലിടാമെന്ന് സാറ് പറയുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മളെല്ലാവരും ഓരോ ന്യൂസും ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളിത് ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യണം എന്നുള്ള ഒരു ബോധം എല്ലാവരിലും തന്നെ സാർ ഉണ്ടാക്കി. അത് ഒരു വലിയ കാര്യമാണ്. താങ്ക് യു സാർ, നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു. ഓക്കെ, താങ്ക് യു. പറയട്ടെ സാർ, കേൾക്കാമോ? നമുക്ക് ഈ ഇതെല്ലാം കേൾക്കുമ്പോ നമുക്ക് ഇത് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഈ കൊക്കോകോള അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ വിഷമാണ് കൊടുക്കരുതെന്ന് പറയും. അത് നമുക്ക് സത്യമാണോ ഇല്ലേന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ കുട്ടികളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞ് ഓരോ
പ്രോഡക്റ്റുകൾ അതൊക്കെ പാവപ്പെട്ട രക്ഷിതാക്കൾ മേടിച്ച് അവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ദോഷമാണോ ഉണ്ടാകുന്നതെന്ന് അറിയാൻ നമുക്കൊരു സോഴ്സ് ഇല്ല. റിസർച്ച് പേപ്പറൊക്കെ സാധാരണക്കാരൊന്നും നോക്കുന്നില്ല, അവർക്ക് അറിയാനും പറ്റുന്നില്ല, അതിനൊരു മാർഗവും ഇല്ല. സാറ് ഈ കാര്യങ്ങളെല്ലാം കുറിച്ചെല്ലാം ഞങ്ങളെ അവെയറാക്കി, അതിന് ഒരുപാട് നന്ദി. ഹായ്, താങ്ക് യു സാർ. ടോണി സാർ, പ്രത്യേകം അഭിനന്ദനങ്ങൾ പറയട്ടെ. നാളുകൾക്ക് ശേഷം സാറ് സത്യം പറഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ ആ ചൊല്ല് അന്വർത്ഥമാവുന്ന വിധത്തിൽ അത് എക്കാലവും നിലനിൽക്കുന്നതാണല്ലോ. സാറ് പറഞ്ഞതൊക്കെ ഇതാ കാണുന്നതല്ല ശരി, യാഥാർത്ഥ്യം മറ്റൊന്ന്. കിങ് സോളമൻ ഇങ്ങനെ പറഞ്ഞല്ലോ, എല്ലാം മായ മായ, സർവ്വതും മായ, റിയൽ ആയിട്ടുള്ളത് മറ്റൊന്നാണ്, അതിലേക്ക് അന്വേഷിച്ച് പോകണമെന്ന്. സാർ അത് തന്നെയൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇത് പറഞ്ഞു വന്നപ്പോ ഞാൻ ഓർക്കുമായിരുന്നു, എന്ത് വിശ്വാസമായിരുന്നു സർവർക്കും ആ സ്വാമീനെ ആ വയറൊട്ടിച്ച് പിടിച്ച പതഞ്ജലി സ്വാമി. സുപ്രീം കോടതി എന്തുമാത്രം കൈകാര്യം ചെയ്തപ്പോഴാണ്, അത് എന്തെല്ലാം പറഞ്ഞപ്പോഴാണ് എന്തൊരു തട്ടിപ്പായി നടത്തിയത്. അതെ, എനിക്ക് ഞാൻ ഒത്തിരി എനിക്ക് വളരെ ഇതായിട്ട് എത്ര പരസ്യം അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ എനിക്കും ഒരു ഇത് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ പതഞ്ജലി. എന്തൊരു ആദരവായിരുന്നു അയാളെ കുറിച്ച് ഉണ്ടായിരുന്നത്, അത് പറയണ്ട. ആ ആദരവിനെയാണ് അയാൾ വിറ്റ് കാശാക്കിയത്. ശരിക്കും അത് ആത്മീയ രംഗത്ത് ഇത് തന്നെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ശരിയാ. പലപ്പോഴും നമ്മൾ ഈ അറിയാതെ തന്നെ ഫോർവേഡ് മെസ്സേജ് അത് ഏത് ഗ്രൂപ്പിലാക്കിട്ടെ, അയ്യോ ഇതെല്ലാവരും അറിയണ്ട കേൾക്കണ്ട, തട്ടിവിടുന്നു. പലപ്പോഴും മഹാ അബദ്ധങ്ങളാണ് എന്ന് പിന്നെ തിരുത്താനും ആവില്ല. അതെ അതെ അതെ, അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പലരും അതെ അതെ. പിന്നെ മാത്രോ നിങ്ങൾ 100 പേർക്ക് ഷെയർ ചെയ്ത പ്രത്യേക അനുഗ്രഹം വരും, അല്ലെങ്കിൽ നാശനാഷ്ടങ്ങളും ഉണ്ടാകും. അങ്ങനെയുള്ള പരസ്യങ്ങളും അതിന്നും വിശ്വസിച്ച് ചെയ്യുന്ന വലിയ വലിയ ആളുകളുണ്ട്. വലിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സമൂഹം അങ്ങനെ കൽപ്പിക്കുന്ന ചില ആളുകളുടെ പേരിലൊക്കെ ഇങ്ങനെ വരുന്ന കഥകൾ. എന്തായാലും റിയൽ ഫാക്റ്റ് ആണ് സാറ് ഇപ്പൊ ഈ വരച്ച് കാണിച്ചതൊക്കെ. ഇത് തന്നെയാണ് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇത് തിരുത്തപ്പെടാൻ സാറ് പറഞ്ഞ മാനേജ് ചെയ്യാന്നുള്ളതിന് നമ്മൾ സ്വയം കുറച്ച് ബോധവാനാകുക, ഇതേക്കുറിച്ച് ചിന്തിക്കുക, ചർച്ച ചെയ്യുക, പറയുക, പഠിക്കുക, പഠിപ്പിക്കുക, ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുക, അതൊക്കെ തന്നെയാണ്. എന്തായാലും സാറ് അതൊരു വലിയ വെളിച്ചം വീശുന്ന ഒരു ക്ലാസ് ആയിരുന്നു. വളരെ നന്നായി, ഒത്തിരി സന്തോഷം. താങ്ക്സ് സാർ. പ്രത്യേകം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. താങ്ക് യു സാർ. ബേബി ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, ടോമി സാർ, താങ്ക് യു വെരി മച്ച്. ജോർജ് സാറിന്റെ കൂടെ എന്നാ തണുപ്പ് പിടിക്കാൻ തോന്നുന്നു. തണുപ്പാണോ സാറേ? ജോർജ് സാറിനോടോ? കേൾക്കുന്നില്ല സാർ, അൺമ്യൂട്ട് ചെയ്യും. കോതമംഗലത്ത് തണുപ്പാണോന്ന്? ഇന്നത്തിരി ബെറ്ററാ സാറേ. ഇന്ന് 14 ഡിഗ്രി ഉണ്ട്, ഇന്നലെ 12 ഡിഗ്രി ആയിരുന്നു. വളരെ കൂടിയ ചൂടാ കേട്ടോ, കൂടിയ ചൂടാണ്, കുറഞ്ഞതല്ല. ഡോക്ടർ ഗോപകുമാർ സാറിന്റെ ജോർജ് സാറ് കോതമംഗലത്തല്ല, ആളിവിടെ വിദേശത്താണ്. ഇവിടെ സാറേ മകന്റെ അടുക്ക് വന്ന സ്കോട്ട്ലൻഡില്ല ഇപ്പൊ. അത് ശരി. ഞാൻ സാറ് കോതമംഗലത്തുണ്ടെന്ന് വിചാരിച്ചാ നിക്കുന്നത്. സ്കോട്ട്ലൻഡിലല്ലേ? അത് ശരി. അതിനേക്കാളൊക്കെ ഉയർന്നു പോയി. കൈവിട്ട് പോയില്ലേ? കോലഞ്ചേരി കഴിഞ്ഞ 24-ന് പോന്നു. അത് ശരി. എന്ത് ക്ലാരിറ്റി അല്ലേ സാറിന്റെ പിക്ചർ. ഇവിടെ മോച്ചുടേക്കാരും നല്ല ക്ലാരിറ്റി. കോതമംഗലത്ത് നിൽക്കുന്നതിനേക്കാളും പ്രായം കുറഞ്ഞിട്ടുണ്ട് സാറേ, നല്ല മിടുക്കനായിട്ടുണ്ട്. അടങ്ങി ഒതുക്കി വീട്ടിലിരിക്കുക. ആകെ സാറിന്റെ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റും, വേറെ ഒരു പരിപാടിയും നടക്കത്തില്ല. മറ്റേ എന്തൊക്കെ പരിപാടികളാണ് അല്ലേ? അല്ല, അവിടെ ഇറങ്ങി നടക്കലൊക്കെ ഉണ്ടോ? നടക്കും സാറേ, 2-3 നേരെ കുപ്പായിട്ടിട്ട് നടക്കും. ഞാൻ മിക്കവാറും നടക്കും. ശരി. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗൈൻ. നാളെ നമുക്ക് കഥ കേൾക്കാം. പുതിയ ഒരാളാണ് കഥ പറയാൻ വരുന്നത്. ജോഷ് സാർ അറിയാലോ പറഞ്ഞു. രവി. നമുക്ക് നാളെ ഒരു പുതിയ 1-2 കഥകൾ കേൾക്കാം. ഓക്കെ സാർ. ടോമി സാർ, വൺസ് അഗൈൻ താങ്ക് യു. പുതിയ വിഷയങ്ങൾ. ഗുഡ് നൈറ്റ് ഓൾ.